السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. الحمد لله الذي خلق الإنسان وعلمه البيان وفضله على سائر الحيوان. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله. الصلاة والسلام عليك يا سيدي يا حبيب الله. خذ بيدي قلت حيلتي أدركني يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واضرب لهم مثل الحياة الدنيا كماء أنزلناه من السماء فاختلط به نبات الأرض فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. وقال نبينا وحبيبنا محمد صلى الله عليه وسلم كن في الدنيا كأنك غريب أو عابر السبيل. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحدي فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمد وأنت حقا غياث الخلق أجمعين وأنت هادي البراء لله ذي السدد. يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد كل شفيع منا رحمن من زللي ضمن علي بما لكان في خلدي. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ഏറ്റവും ബഹുമാനാദരവുള്ള ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട വാഗ്ദാന ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ അധ്യക്ഷൻ കുട്ടിയാജി, ബഹുമാനപ്പെട്ട ഹംസാക്ക, അതുപോലെ സ്വാഗതം പറഞ്ഞ ബാബുട്ടികാക്ക, ബഹുമാനപ്പെട്ട ആശീസ് ഉസ്താദ്, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യ കാര്യദർശികൾ, പ്രവർത്തകർ,
എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ, ഉമ്മ പെങ്ങന്മാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയത് അവൻ പൊരുത്തപ്പെട്ട ഒരു അമലാക്കി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം സമ്പാദിക്കാൻ ആവശ്യമായ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ജീവിതം ധന്യമാക്കി അവസാനം അവന്റെ പൊരുത്തത്തിനായി ഈമാൻ സലാമത്തായ റാഹത്തോടെ മൗത്തായി പോകുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. നമ്മൾ ചെയ്യുന്ന എല്ലാ അമാലുകളും അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു ഖബൂലാക്കി അർഹിക്കുന്ന പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ സ്ഥാപനത്തിന്റെ പുരോഗതിയിൽ ഇന്നലകളിൽ പ്രവർത്തിച്ച് മൺമറഞ്ഞു പോയ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖബറിടത്തിലേക്ക് ഇതിന്റെ നല്ല വെളിച്ചം, ഇതിന്റെ മിസ്ലി സവാബ് അള്ളാഹു എത്തിച്ചു കൊടുത്തവരെ ഖബറിടം അള്ളാഹു പ്രകാശപൂരിതമാക്കി കൊടുക്കട്ടെ. അവരോടൊന്നിച്ച് നാളെ സുഖലോക സ്വർഗത്തിൽ മഹാന്മാരെ കൂടെ, നാം ഇഷ്ടപ്പെടുന്ന മഹാന്മാരെ കൂടെ ഒരുമിക്കാൻ അള്ളാഹു അവർക്ക് നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ബഹുമാനികളെ, നിങ്ങളൊക്കെ കേട്ടതുപോലെ ഈ നാടിന്റെ പേരും പെരുമയും ഉയർത്തിക്കാട്ടി എന്തുകൊണ്ടും നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന നിലക്ക് ഈ നാട്ടിൽ യശസ്സുയർത്തി ഉയർന്നു നിൽക്കുന്ന വലിയൊരു സ്ഥാപനമാണ് കരുളായി യതീംഖാന. പാവപ്പെട്ടവന്റെ കൈപ്പുനീര് അനുഭവിച്ച ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരം നല്ല സംരംഭങ്ങൾക്ക് വലിയ പ്രതിഫലമാണ് നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഈ സംവിധാനത്തിന്റെ പുരോപ്രവർത്തനത്തിൽ കൂട്ടായി നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ അനവകാഫിൽ ലതീമി ഫിൽ ജന്നത്തി ഹക്കദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും നാളെ സ്വർഗത്തില് ഇതുപോലെയാണെന്ന് തന്റെ രണ്ട് വിരൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു ഇത് നമുക്കൊരു സബബാക്കി നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ എന്ന് പ്രാരംഭമായി നാം പ്രാർത്ഥിച്ചുകൊണ്ട് അല്പ ചില കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാം. നമ്മളൊക്കെ മനുഷ്യരായ നമ്മള് ഒരു നീണ്ട യാത്രക്കിടയിലാണ് നമ്മളുള്ളത്. ഒരു നീണ്ട യാത്ര എന്ന് പറയുമ്പോ പെരിന്തൽമണ്ണയിൽ നിന്ന് യാത്ര തുടങ്ങി കോഴിക്കോട്ടേക്ക് പോകുന്നതിനെ കുറിച്ചോ, കോഴിക്കോട്ട് എയർപോർട്ടിൽ നിന്ന് ദുബൈയിലേക്കോ സൗദിയിലേക്കോ ലോകത്തിന്റെ മറ്റു രാജ്യങ്ങളിലേക്കോ ഉള്ള യാത്രയെ കുറിച്ചല്ല ചർച്ച ചെയ്യുന്നത്. മനുഷ്യരായ നമ്മൾ ഒരു നീണ്ട യാത്രക്കാരാണ്. അവര് തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. ഈ യാത്ര തുടങ്ങുന്നത് ഒരിടത്തു നിന്നാണെങ്കിലും യാത്രക്കിടയിലുള്ള ലക്ഷ്യങ്ങൾ ഓരോരുത്തർക്കും വിവിധങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് തുടങ്ങിയ യാത്ര അവസാനിക്കുന്നത് ഒരേ സ്ഥലത്തല്ല, വിവിധങ്ങളായ സ്ഥലത്താണ്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഭൂമി ലോകത്ത് പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെടുന്നുണ്ടെങ്കിൽ കേവലം ഇവിടുത്തെ ബന്ധമല്ല. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിന്റെ സവിധത്തില് നിങ്ങളെ പടക്കുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ നിന്ന് നിങ്ങളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ലോകത്ത് വരാനിരിക്കുന്ന സർവ്വ മനുഷ്യരുടെയും അർവാഹികളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിന്റെ റബ്ബല്ലേ എന്ന് ചോദിക്കുമ്പോ നമ്മളൊക്കെ പറഞ്ഞു, ബലാ അൻത റബ്ബുനാ, പടച്ച റബ്ബേ നീ തന്നെയാണ് ഞങ്ങളുടെ റബ്ബ്, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണെന്ന് ആലമുൽ അർവാഹിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ സാക്ഷ്യം പറഞ്ഞവരാ. അതിനെയാണ് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, വഇദാ ഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ദുഹൂരിഹിം വദുരിയതഹും വഅശ്ഹദുഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും
قالوا بلى شهدنا أن تقولوا يوم القيامة إنا كنا عن هذا غافلين. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഭൂമി ലോകത്തേക്ക് നമ്മെ പറഞ്ഞു വിടുന്നതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ വെച്ച് നമ്മെ ഒരുമിച്ച് കൂട്ടിയിട്ട് നമ്മുടെ ആത്മാവിനോട് അല്ലാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്. അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിന്റെ റബ്ബല്ലയോ, ഞാൻ നിന്റെ റബ്ബല്ലയോ എന്ന് നമ്മോട് അല്ലാഹു ചോദിക്കുന്ന സമയത്ത് നമ്മൾ അർത്ഥസംഖ്യക്കിടയില്ലാത്ത നിനക്ക് റബ്ബിന്റെ മുമ്പിൽ പറഞ്ഞു വെച്ചോ, ബലാ ഷഹീദുനാ, അതേ റബ്ബേ നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്, നീ ഞങ്ങളെ യജമാനനാണ്, നീ ഞങ്ങളുടെ ഉടമയാണ്, നീയാണ് ഞങ്ങളെ പരിപാലിക്കുന്നവന്, നിന്റെ മുമ്പിലാണ് ഞങ്ങളെ സാഷ്ടാംഗം നമിക്കേണ്ടത്, നിന്നെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടത്, അതുകൊണ്ട് ഞാൻ അതിന് സാക്ഷ്യം വഹിക്കുന്നെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ആലമുൽ അർവാഹിൽ വെച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ആ സാക്ഷ്യത്വത്തിന് ശേഷം പുണ്യനബി പോലും പഠിപ്പിച്ചിട്ടുണ്ട്, അൽ അർവാഹു ജുനൂദും മുജന്നദ, ആത്മാക്കൾ ഒരു കൂട്ടമാണ്, ആത്മാക്കൾ ഒരുമിച്ച് കൂട്ടിയ കൂട്ടമായിരുന്നു. വാനലോകത്ത് വെച്ച് ഭൂമി ലോകത്തേക്ക് വരാനിരിക്കുന്ന സർവ്വ മനുഷ്യന്റെയും ആത്മാവിനെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആത്മാക്കള്, അവിടെ വെച്ച് സൗഹൃദം പുതുക്കിയ ആത്മാക്കള്, അവിടെ വെച്ച് സന്തോഷത്തിൽ കണ്ടുമുട്ടിയ ആത്മാക്കള് ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അവർ രണ്ടുപേരും പരസ്പരം തിരിച്ചറിയുമെന്നും അവർ സൗഹൃദബന്ധം നിലനിർത്തിക്കൊണ്ടുപോകുമെന്നും ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഇവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല, ഇവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല. ആലമുൽ അർവാഹിൽ വെച്ച് അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് അവിടെ വെച്ച് നമ്മൾ കണ്ടുമുട്ടി സൗഹൃദബന്ധം പുതുക്കി. അതിന്റെ അടയാളമാണ് നമ്മളിവിടെ കണ്ടുമുട്ടുന്നത്, നമ്മൾ പരസ്പരം സ്നേഹബന്ധങ്ങൾ കൈമാറുന്നത്. അത് അല്ലാഹു നമുക്ക് അവിടെ നൽകിയ നമ്മുടെ പരസ്പരമുള്ള ബന്ധമാണ്. അതേ സമയത്ത് അവിടെ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ സമയത്ത് സ്വരച്ചേർച്ചയില്ലാതെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ കഴിഞ്ഞ ആത്മാക്കള് അവർ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്ന സമയത്ത് അവർക്കിടയിൽ ഐക്യമില്ലാതെ പോകും, അവർക്കിടയിൽ സ്വരച്ചേർച്ചയില്ലാതെ പോകും, അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു പോകുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല, ഇവിടുന്ന് തുടങ്ങിയ ബന്ധമല്ല. ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയ സമയത്ത് ഈ ബോഡിയെ പടക്കുന്നതിന്റെ വർഷങ്ങൾക്ക്, കാലങ്ങൾക്ക്, യുഗാന്തരങ്ങൾക്ക് മുമ്പ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആത്മാക്കളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അലസ്തു ബി റബ്ബികുമുൽ അഅ്ലാ, ഞാനല്ലടോ നിന്റെ യഥാർത്ഥ ഉന്നതനായ റബ്ബ്, നമ്മൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആദം നബിയുടെ മുതുകിലൂടെ ആദം നബിയെ ഭൂമിയിൽ ഇറക്കുന്ന സമയത്ത് ആദം നബിയാണ് ഭൂമിയിലേക്ക് ഇറക്കുന്നതെങ്കിലും ജംഇന്റെ സീനയിട്ടിട്ടാണ് അവിടെ പറഞ്ഞത്, നിങ്ങളെല്ലാവരും ഭൂമിയിലേക്ക് ഇറങ്ങുക. ആ സമയത്ത് ആദം നബിയുടെ മുതുകിലൂടെ നമ്മൾ ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നു. ഇങ്ങനെയാണ് നമ്മൾ ഭൂമിയിലേക്ക് എത്തുന്നത്. യുഗാന്തരങ്ങൾ കഴിഞ്ഞോ ഉപ്പയുടെ മുതുകിലൂടെയാണ് പിന്നെ നമ്മൾക്ക് ഭൂമിയിലേക്ക് ഈ പ്രകടമായ ഈ ശരീരം വരുന്നത്. ഉപ്പയുടെ മുതുകിലൂടെ കൈമാറി കാര്യങ്ങളായി കൈമാറി പോന്നിട്ടാണ് പരിശുദ്ധ ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മനുഷ്യനെ എവിടുന്നാണ് പടച്ചത് എന്ന് നീ നോക്കിയിട്ടുണ്ടോ? ഘട്ടം ഘട്ടമായി വരുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് എന്നെ പടച്ചത്. എന്റെ പിതാവിന്റെ മുതുകിലൂടെ ഒഴുകി വന്ന ഘട്ടം ഘട്ടമായി പുറത്തേക്ക് വന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് മനുഷ്യൻ എന്നെ പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്നെ മടക്കി കൊണ്ടുപോകാൻ എന്റെ റബ്ബത്ര വലിയ പ്രയാസപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് നിന്നെ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തിരിച്ചു കൊണ്ടുപോകാൻ അത്ര വലിയ പ്രയാസമൊന്നുമില്ല. അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്,
ഒരാളും നിന്നെ കുറിച്ച് പറയാത്തൊരു കാര്യം നിനക്കുണ്ടായിരുന്നല്ലോ. ഭൂമി ലോകത്തേക്ക് നീ വന്നിട്ടില്ല, നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, നിന്നെ കുറിച്ച് ഒരാളും അറിയാത്ത ഇല്ലായ്മയിലുള്ള ഒരു കാലം നിനക്ക് കഴിഞ്ഞിരുന്നില്ലേ? അന്ന് നിന്നെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് നിന്റെ പേര് പത്രമാധ്യമങ്ങളിൽ കാണുന്നുണ്ടെങ്കിൽ, മീഡിയകൾ നിന്നെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതൊന്നുമില്ലാത്ത ഒരു കാലം നിനക്ക് കഴിഞ്ഞു പോയിരുന്നു. അതിനുശേഷം അതിനുശേഷമാണ് മനുഷ്യനെ നാം പടക്കുന്നത്. വിഘടിച്ചു കിടന്നിരുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നിന്നെ നാം പടച്ചോ. അതിനുശേഷം നിനക്ക് കേൾവിയും കാഴ്ചയും നാം തന്നോ. കേൾവിയും കാഴ്ചയും ഞാൻ തന്നോ. അല്ലാത്തൊരു വാക്കാണത്. ആദ്യം പടച്ചറബ് പറഞ്ഞത്, നീ ഭൂമിയിലേക്ക് മനുഷ്യകോലം പടച്ച് നിന്നെ പറഞ്ഞു വിട്ടതിന് ശേഷം ആദ്യം അല്ലാഹു കേൾവിയെയാണ് പറയുന്നത്, അതിനുശേഷമാണ് കാഴ്ചയെ കുറിച്ച് പറയുന്നത്. നോക്കണം, ആയത്തിനെ കുറിച്ച് നോക്കണം. ഒരു കുട്ടി പ്രസവിച്ചു വീണൊരു കുട്ടി, ആ കുട്ടി ഒരു ചെറിയ ശബ്ദം കേട്ടാ ആ കുട്ടി ഞെട്ടും. ചെറിയൊരു ശബ്ദം കേട്ടാൽ കുട്ടി ഞെട്ടും. അതേ സമയത്ത് കണ്ണിന്റെ മുമ്പിലൂടെ വിരലിങ്ങനെ കാട്ടിക്കൊടുത്താലും കുട്ടി ചിലപ്പോ കണ്ണ് ചിമ്മൂല. ആദ്യം കുട്ടിക്ക് കേൾവിയാണ് വരുന്നത്. അതുകൊണ്ടാണ് കുട്ടി പിറന്നു വീണാല് ആ കുട്ടിയുടെ കാതിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്കിന്റെ മധുരഗീതം നിങ്ങൾ കേൾപ്പിച്ചു കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് കൊണ്ടാണ്. ആദ്യം കുട്ടിക്ക് കേൾവിയാണ് വരുന്നത്. കേൾവി വന്നതിന് ശേഷമാണ് കുട്ടിക്ക് കാഴ്ച വരുന്നത്. ഖുർആനിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ്. കേൾവിയും കാഴ്ചയും അല്ലാഹു തആല എനിക്ക് കൊടുത്തു. ആലമുൽ അർവാഹിൽ പടച്ചവനെ പിതാവിന്റെ മുതുകിലൂടെ നമ്മെ അല്ലാഹു നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മെ കൊണ്ടുവന്ന് കിടത്തി. ഉമ്മാന്റെ ഗർഭാശയത്തിൽ നിന്ന് ആദ്യത്തെ ലോകം ആലമുൽ അർവാഹാണെങ്കിൽ, രണ്ടാമത്തെ യാത്ര, രണ്ടാമത്തെ സ്റ്റോപ്പ് അത് ആലമുൽ ബത്നാണ്. ഉമ്മയുടെ വയറാണ്. ബക്കറ്റ് വരുന്നുണ്ട്, കാര്യമായിട്ട് നിങ്ങൾ പരിഗണിക്കണം. സ്ഥാപനത്തിന് വേണ്ടിയാണ്, യതീമക്കളുള്ള പാവപ്പെട്ട അനാഥ അഗതി മന്ദിരത്തിന് വേണ്ടിയാണ് നമ്മൾ കൊടുക്കുന്നത്. അതേസമയത്ത് വലിയൊരു ബാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ഹിഫ്ള് കോളേജ്, പരിശുദ്ധ ഖുർആൻ പഠിക്കുന്ന, അള്ളാഹുവിന്റെ കലാം ഓതി പഠിക്കുന്ന, ഹിഫ്ള് പഠിക്കുന്ന ഒരു സ്ഥാപനം നമുക്ക് നമ്മുടെ നാട്ടിൽ, അതുകൂടി ഇതിന്റെ കീഴിൽ, യതീംഖാനയുടെ കീഴിൽ നമുക്ക് വരണം. അതുകൂടി കണ്ടറിഞ്ഞ് നിങ്ങള് കുറച്ച് കനത്തിൽ കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കവറും ഇൻഷാ അല്ലാഹ് കൈമാറുന്നുണ്ട്. അതിക്ക് എന്തെങ്കിലുമൊക്കെ കവർ അടക്കിയിട്ട് നാളെ ഇങ്ങോട്ട് തിരിച്ചെടുപ്പിക്കണം. എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് പൈസ ഇട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഇവിടെ ബഹുമാനപ്പെട്ട അംസുസ്താദിന്റെ നേതൃത്വത്തിൽ നാളെ ദുആ മജ്ലിസ് നടക്കും. അപ്പോ അവിടേക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കിവിടുന്ന് ദുആ ചെയ്യാം. അല്ലാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. നമ്മൾ കൊടുക്കുന്ന ഓരോ നാണയത്തൊട്ടും അല്ലാഹു കബൂലാക്കി ഇതിന്റെ 10 മടങ്ങാക്കി അല്ലാഹു നമുക്ക് ആഖിറത്തിൽ തിരിച്ചു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ചത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ പടച്ചത് നമ്മുടെ ആദ്യത്തെ വീട് അത് ആലമുൽ അർവാഹാണ്. ആലമുൽ അർവാഹിൽ നിന്ന് ആദം നബിയെ ഭൂമിയിലേക്ക് ഇറക്കിയപ്പോ ആദം നബിയുടെ മുതുകിലൂടെ നമ്മെ ഭൂമിയിലേക്ക് ഇറക്കി. അതിനുശേഷം യുഗാന്തരങ്ങളിലൂടെ പിതാക്കന്മാരിലൂടെ കൈമാറി പോന്ന് നമ്മുടെ ഉപ്പയുടെ മുതുകിൽ നമ്മെ അല്ലാഹു തആല ഇന്ദ്രിയത്തുള്ളിയാക്കി പടച്ചു. അതിനുശേഷം ആ ഇന്ദ്രിയത്തുള്ളിയെ നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് അല്ലാഹു സന്നിവേശിപ്പിച്ചു. അവിടെ അല്ലാഹു നമുക്ക് എല്ലാവിധ സംരക്ഷണവും നൽകി. ആദ്യം നമ്മുടെ അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുന്നത്, ഈ ഇന്ദ്രിയത്തുള്ളിയെ അല്ലാഹു തആല ഒരു മാംസ കഷ്ടമാക്കിയിട്ട് ഉമ്മയുടെ വയറ്റിൽ സൂക്ഷിച്ചു. ഈ ഇന്ദ്രിയത്തുള്ളിയെ, ഈ വെള്ളത്തിന്റെ തുള്ളിയെ അല്ലാഹു തആല മാംസ കഷ്ടമായിട്ട് സൂക്ഷിച്ചു. ഈ മാംസ കഷ്ടത്തെ കുറച്ച് ഒരു മാസം കഴിഞ്ഞപ്പോഴേക്ക് അല്ലാഹു അതിനെ മാംസ കഷ്ടമാക്കിയിട്ട്
മാറ്റി, വെള്ളത്തുള്ളിയിൽ നിന്ന് രക്തക്കട്ടയാക്കി മാറ്റി, രക്തക്കട്ടയിൽ നിന്ന് അതിനെ അല്ലാഹു തആല ഒരു മാംസകഷ്ണമാക്കി മാറ്റി. ഫഖലഖനൽ മുദ്ഗത ഇളാമാ. അതിനുശേഷം അല്ലാഹു തആല ആ മാംസകഷ്ണത്തിലേക്ക് അല്ലാഹു തആല എല്ലിനെ വെച്ച് കൊടുത്തു. അല്ലാഹുവിന്റെ കൈകാര്യം ചെയ്യൽ കൺട്രോളിങ് നോക്കണം. ആദ്യത്തെ ഒരു മാസം ഇന്ദ്രിയ തുള്ളിയായിരുന്നെങ്കിൽ അതിനുശേഷം പിന്നെ അത് രക്തക്കട്ടയായി, അതിനുശേഷം അതൊരു മാംസകഷ്ണമായി, അതിനുശേഷം അതിലേക്ക് ആവശ്യമായ എല്ലുകൾ അല്ലാഹു തആല വെച്ച് അതിനൊരു രൂപം കൊടുത്തു. ആ എല്ലുകളെ മാംസങ്ങളെ കൊണ്ട് അല്ലാഹു തആല പൊതിഞ്ഞ് സൂക്ഷിച്ചു. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് നോക്കണം നിങ്ങള്. ഇന്ദ്രിയത്തുള്ളിയാണ് മനുഷ്യന്റെ കോലത്തിലേക്ക് അല്ലാഹു പടക്കുന്നത്. അതിന് രൂപം കൊടുത്തോ. അങ്ങനെ രൂപം കൊടുത്തവരാണ് ഞാനും നിങ്ങളുമൊക്കെ മനസ്സിലാക്കണം. ഒന്നല്ലായിരുന്നോ ഒരു വെള്ളത്തിന്റെ തുള്ളിയായിരുന്നു നമ്മള്. അതിൽ നിന്നാണ് പിന്നെ ഉമ്മയുടെ വയറ്റിലെത്തിയതിനു ശേഷം അതൊരു രക്തക്കട്ടയായത്. ആ രക്തക്കട്ടയാണ് പിന്നെ ഒരു മാംസകഷ്ണമായത്. പിന്നീട് അതിലേക്ക് അല്ലാഹു തആല എല്ലുകളെ വെച്ച് കൊടുത്ത് അതിന് ആവരണം അണിയുകയാണ്. അതിനങ്ങനെ ആവരണം അണിഞ്ഞതിനു ശേഷം അതിനൊരു രൂപം കൊടുത്തു. അങ്ങനെയാണ് നമ്മെ അല്ലാഹു തആല പടക്കുന്നത്. എന്തോ ഒരു സൃഷ്ടിപ്പാണിത്. ഇങ്ങനെ പടക്കുന്നത് വേറെ ആരാളെ? അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ ഇറക്കുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുക. അല്ലാഹു തആലക്ക് ഇവിടെ എന്തൊക്കെ പറയാം? ലോകം മടക്കി ഭരിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ ഖഹരിയത്ത് പറയാം, അവന്റെ ജബാബിറത്ത് പറയാം, അവന്റെ ഖുവ്വത്ത് പറയാം. പക്ഷേ അതൊന്നുമല്ല. അല്ലാഹു ഖുർആനിന്റെ അവതരണത്തിൽ തുടക്കത്തിൽ തന്നെ അല്ലാഹു പരിചയപ്പെടുത്തിയത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. ആദ്യമായി പരിശുദ്ധ ഖുർആനിന്റെ ആദ്യത്തെ വചനം ഇറങ്ങുന്നത് തന്നെ അല്ലാഹു അവനെ പരിചയപ്പെടുത്തുന്നത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ. നിന്നെ പടച്ച റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. ഈ ലോകം അടക്കി ഭരിക്കുന്ന നാഥന്റെ നാമത്തിൽ എന്നല്ല പറഞ്ഞത്. ഈ ലോകത്തെ പോറ്റുന്ന നാഥൻ എന്നല്ല പറഞ്ഞത്. നിന്നെ പടക്കലാണ് ഏറ്റവും വലിയ കുദ്റത്ത്. നിന്നെ പടച്ച് പരിപാലിക്കലാണ് ഇവന്റെ ഏറ്റവും വലിയ പണി. അതുകൊണ്ട് അല്ലാഹു പരിചയപ്പെടുത്തുന്നത് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ. രക്തക്കട്ടയിൽ നിന്ന് നിന്നെ പടച്ച് പരിപാലിച്ച റബ്ബ്, ആ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്കണം. അങ്ങനെയാണ് ഖുർആൻ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത് തന്നെ. അങ്ങനെ അല്ലാഹു നമുക്ക് ഭൂമി ലോകത്തേക്ക് പിറക്കാൻ ഭാഗ്യം നൽകി. ഭൂമി ലോകത്തേക്ക് നമ്മൾ പറന്നു. ഉമ്മയുടെ വയറ്റിൽ നമ്മൾ കിടക്കുന്ന സമയത്ത് അല്ലാഹു തആലാന്റെ ആ സംവിധാനം നോക്കണം. നമുക്ക് അന്നും അന്നം വേണം, ഭക്ഷണം വേണം. നമുക്ക് ഒരു പൂക്കൾ കൊടി ബന്ധം അല്ലാഹു സ്ഥാപിച്ചു. ഒരു പൂക്കൾ കൊടി ബന്ധം അല്ലാഹു സ്ഥാപിച്ചു. അതിലൂടെ അല്ലാഹു തആല നമുക്ക് സമയാസമയം അന്നം തന്നു. അങ്ങനെയാണ് അല്ലാഹു ഉമ്മയുടെ വയറ്റിൽ നമ്മെ പോറ്റിയത്. അതിനുശേഷം നമ്മെ അല്ലാഹു പുറത്തേക്ക് തള്ളി ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്നു. അപ്പോഴും ആ ശീലം അല്ലാഹു തആല പൊട്ടിച്ചില്ല. ആ പൂക്കൾ കൊടി അതുപോലെ തന്നെ ആ ഒരു ഓർമ്മപ്പെടുത്തലായി അവിടെ നിലനിർത്തി. അങ്ങനെ ആലമുൽ അർവാഹിൽ നിന്ന് ഉമ്മയുടെ വയറ്റിലേക്കും അതിനുശേഷം നമ്മെ അല്ലാഹു ഭൂമിയിലേക്കും കൊണ്ടുവന്നു. ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീഴുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഭൂമി ലോകത്തേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ശുദ്ധ പ്രകൃതിയിലായിരുന്നു. ഒരു തെറ്റും നിങ്ങൾ ചെയ്തിട്ടില്ല. ഹൃദയത്തിൽ കറപുരണ്ടു പോയിട്ടില്ല. ഹൃദയത്തിൽ ഒരു മലീമസവുമില്ല. സംശുദ്ധമായ ഹൃദയത്തോടെയാണ് അല്ലാഹു നിങ്ങളെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. പിന്നെ അവന്റെ ഉപ്പയെ നോക്കിയിട്ട് അവന്റെ ഉമ്മയെ നോക്കിയിട്ട് അതുപോലെയാണ് അവൻ ജീവിതം ചിട്ടപ്പെടുത്തിയത്. മുസ്ലിമായ മനുഷ്യന് പിറന്ന മക്കളാണെങ്കിൽ അവൻ മുസ്ലിമായിട്ട് പിന്നീട് വളരുന്നു. അതേ സമയത്ത് മറ്റേതെങ്കിലും മതത്തിൽപ്പെട്ട മകനായിട്ടാണ് ജനിച്ചതെങ്കിൽ അവന്റെ വാപ്പാനെയും ഉമ്മാനെയും നോക്കിയിട്ട് അവരുടെ മതം അവർ തിരഞ്ഞെടുക്കുന്നു. അതിലൂടെ പിന്നെ അവന്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നു. ഇവിടെ വരുന്ന സമയത്ത് നിങ്ങളൊക്കെ സംശുദ്ധരാണ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഹൃദയം കണ്ണാടി പോലെ തെളിഞ്ഞു കിടക്കുന്നതാണ്. അങ്ങനെയാണ്
അള്ളാഹു നമ്മെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. പിന്നീട് നമ്മെ അള്ളാഹു പരിപാലിച്ചത് നോക്കണം. ഉമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയത്ത് ഉമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് ഒരു പുക്കിൾക്കൊടി ബന്ധം അള്ളാഹു തന്നെങ്കിൽ ഭൂമിയിലേക്ക് നമ്മൾ പിറന്നു വീഴുന്ന സമയത്ത് നമ്മെ പിറക്കലോടുകൂടി ഉമ്മയുടെ മുലയിൽ പാല് വരികയാണ്. നമ്മൾ പിറക്കുന്നതോടുകൂടി ഉമ്മാന്റെ മുലയിൽ മുലപ്പാല് വന്നു. നമ്മൾ ജനിക്കലോടുകൂടി ഉമ്മാന്റെ മുലയിൽ മുലപ്പാല് വന്നു. അതുവരെ പാൽ ആവശ്യമില്ല. ഈ കുട്ടി പിറന്നു കഴിഞ്ഞാൽ നമ്മള് ജനിച്ച ഉടനെ തന്നെ ആരും ഇറച്ചി മീനൊന്നും അങ്ങനെ കഴിക്കൂല. അതിന് സമയമായിട്ടില്ല. അതിന്റെ ശരീരം പാകപ്പെട്ട് വരുന്നേ ഉള്ളൂ. അപ്പോ ഉമ്മയുടെ ശരീരത്തിൽ നിന്നുള്ള പ്രോട്ടീനുകൾ പാലിലൂടെ ഈ കുട്ടിയിലേക്ക് അല്ലാഹു തആല കൊടുക്കുക. ഈ ഇതിനെ പ്രസവിക്കലോടുകൂടി ഉമ്മയുടെ മുലകൾ സജീവമായി. അതിൽ പാല് വന്നു. അങ്ങനെ അതിന്റെ പാല് കഴിച്ച് കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങി. ആ കുട്ടി ആ പാല് കഴിച്ച് വളർന്ന് അങ്ങനെ 1-2 വയസ്സാകുമ്പോഴേക്ക് അല്പമൊക്കെ അന്നം കഴിക്കാൻ തുടങ്ങുമ്പോ ഒരു ബിസ്ക്കറ്റ് കഴിക്കേണ്ട പ്രായത്തിലേക്ക് എത്തുമ്പോ അല്ലാഹു അവർക്ക് 2 പല്ല് കൊടുത്തു. 2 പല്ല് കൊടുത്തു. അതുകൊണ്ട് ആ കുട്ടി ഇങ്ങനെ ബിസ്ക്കറ്റ് കടിച്ച് കഴിക്കാൻ തുടങ്ങി. അത്രേ ആവശ്യമുള്ളൂ. അപ്പൊ 2 പല്ല്. കുറച്ചും കൂടി കഴിയുമ്പോ സമയാസമയം ആ കുട്ടിക്ക് ആവശ്യമാകുന്ന പല്ലുകൾ കൊടുത്തോ. ആവശ്യമാകുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് ശരീരം എത്തുമ്പോ അത് കഴിക്കാൻ ആവശ്യമാകുന്ന പല്ലുകൾ ആ കുട്ടിക്ക് അല്ലാഹു കൊടുത്തോ. ഇങ്ങനെ ആവശ്യമാകുന്ന കാര്യങ്ങൾ സമയാസമയം കൊടുത്തുകൊണ്ട് വളരെ വളരെ ശ്രദ്ധയോട് കൂടിയാണ് ആ കുട്ടിയെ അല്ലാഹു പരിപാലിക്കുന്നത്. വളരെ ശ്രദ്ധയോട് കൂടിയാണ് ആ കുട്ടിയെ അല്ലാഹു പരിപാലിക്കുന്നത്. അതാണ് ഖുർആനിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞത്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകത്തെ പരിപാലിക്കുന്ന, ലോകത്തെ തർബിയത്ത് ചെയ്യുന്ന, ലോകത്തെ പരിപാലിക്കുന്ന റബ്ബിനാണ് സർവസ്തുതിയും സ്തോത്രങ്ങളും എന്ന് പറഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത്. വളർത്തൽ നോക്കണം. നിങ്ങള് ഒരു ചെടിയെ നട്ടുപിടിപ്പിച്ചാല് ആ ചെടി ചെറിയ ചെടിയാണെങ്കിൽ അതിന് വെള്ളവും വളവും കൊടുത്ത് അതിന് ചെറിയ തടം കെട്ടി അതിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനിങ്ങനെ പതുക്കെ പതുക്കെ വളർത്തിക്കൊണ്ടുവരുന്ന പണി, ആ ഒരു പണിയാണ് അല്ലാഹു ചെയ്യുന്നത്. ഒരു മനുഷ്യനെ ചെറുപ്പം മുതൽക്ക് അല്ലാഹു ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അതാണ് തർബിയത്ത്. അതാണ് റബ്ബ്. റബ്ബ് എന്ന് പരിപാലിക്കുക. ആവശ്യമാകുന്നത് അതാത് സമയത്ത് കൊടുത്ത് ആ കുട്ടിനെ ഇങ്ങനെ വളർത്തി കൊണ്ടുവരിക. ഇതിനാണ് റബ്ബ് എന്ന് പറയാ. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ ആ കുട്ടിയുടെ നിയന്ത്രണം തന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും കൈകളിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുന്നു. എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, വിദേശ നാടുകളിൽ പോയി കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ശരി, ഈ കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമാകുന്നത് വാപ്പ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി കൊണ്ടുവരികയാണ്. നോക്കണം നിങ്ങള്, ഈ കുട്ടിയെ വാപ്പയിലേക്ക് അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. ഇന്ന ഔലാദക്കും ഹദിയത്തുൻ ലക്കും. ഈ മക്കളെ അല്ലാഹു നിങ്ങൾക്ക് തന്ന സമ്മാനമാണ്. ആ സമ്മാനത്തെ അല്ലാഹു അവരെ വാപ്പയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. വാപ്പ അതാ അങ്ങാടിയിലേക്ക് പോകുമ്പോ കുട്ടിയുടെ കൈ പിടിച്ച് കടന്നു പോവുകയാണ്. എങ്ങോട്ട് പോകുമ്പോഴും കുട്ടിയെ കൂടെ കൂട്ടുകയാണ്. ഓരോന്നും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി വേണ്ടത് ചെയ്തു കൊടുക്കുകയാണ്. ഓരോന്ന് സമയാസമയം കുട്ടിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്തും കുട്ടിയെ കൂടെ കൂട്ടുന്നു. എങ്ങോട്ടെങ്കിലും പോകുമ്പോഴും കുട്ടിയെ കൈപിടിച്ചുകൊണ്ട് കൂടെ കൊണ്ടുപോകുന്നു. ഇങ്ങനെ കുട്ടിയെ വളർത്തുന്ന ഒരു ഘട്ടത്തില് വാപ്പയാണ് പിന്നെ ഈ കുട്ടിയുടെ പരിപാലനം ഏറ്റെടുക്കുന്നത്. വാപ്പയുടെയും ഉമ്മയുടെയും മനസ്സിലേക്ക് അല്ലാഹു തആല ഒരു ദയ ഇട്ട് കൊടുക്കുകയാണ്. കുട്ടിയോടുള്ളൊരു വാത്സല്യം അല്ലാഹു തആല ഇട്ട് കൊടുക്കുകയാണ്. ആ കുട്ടിനെ അങ്ങനെ വളർത്തി അങ്ങനെ കൊണ്ടുവരും. അങ്ങനെ ചെറുപ്രായം കഴിഞ്ഞോ അല്ലാഹു തആല വേണ്ടതൊക്കെ അതാത് സമയം ചെയ്തു കൊടുത്തുകൊണ്ട് വേണ്ടവരിലേക്ക്, ആവശ്യക്കാരിലേക്ക് ആ കുട്ടിയെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരിലൂടെ ആ കുട്ടിക്ക് വേണ്ടതൊക്കെ അല്ലാഹു സംവിധാനിച്ചു കൊടുത്തു. ആ കുട്ടിയുടെ കുട്ടിപ്രായം കഴിഞ്ഞോ നിറയൗവനത്തിലേക്ക് ആ കുട്ടി ഇങ്ങനെ കാലെടുത്ത് വെക്കുന്നു. കുട്ടിക്ക് ആവശ്യമാകുന്ന ആരോഗ്യം അല്ലാഹു തആല കൊടുത്തു. കുട്ടിക്ക് നടക്കാൻ ആവശ്യമായ ആരോഗ്യം കൊടുത്തു. ഏത് ജോലിയും ചെയ്യാൻ കഴിവുള്ള ആരോഗ്യം അല്ലാഹു കൊടുത്തു. സംസാരിക്കാനുള്ള
കൊടുക്കാനുള്ള സംസാര ശേഷി കൊടുത്തോ, ആരോടും എന്തും പറയാനും എന്തും ചെയ്യാനുമുള്ള കഴിവ് അല്ലാഹു തആല ആ കുട്ടിയിലേക്ക് കൊടുത്തോ. അങ്ങനെ ആ കുട്ടി അല്ലാഹുവിനെ മറക്കാൻ തുടങ്ങി. ചെറുപ്രായം മുതൽക്ക് എന്ന് വേണ്ട, ഉപ്പയുടെ മുതുകിനായ സമയം മുതൽക്ക് ആ കുട്ടിക്ക് വേണ്ടത് സമയാസമയം അല്ലാഹു കൊടുത്തുകൊണ്ടിരുന്നെങ്കിൽ ഈ കുട്ടി ഭൂമി ലോകത്തേക്ക് കടന്നു വന്നപ്പോ, സ്വന്തമായൊരു നിലനിൽപ്പിലേക്ക് എത്തിയപ്പോ, ഇന്നലകളിൽ ആ കുട്ടി കടന്നു വന്ന വഴി അവൻ മറന്നുപോയി. ഒന്നുമല്ലാത്ത അവസ്ഥ അവനിക്കുണ്ടായിരുന്നു. ഉപ്പയുടെ മുതുകിൽ ഒരു ഇന്ദ്രിയ തുള്ളിയായി അവൻ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തെ അവൻ മറന്നുപോയി. ഉമ്മയുടെ ഗർഭാശയത്തിൽ അവന് രക്തക്കട്ടയായി ഉണ്ടായിരുന്നു. ആ കാലത്തെയും അവൻ മറന്നുപോയി. അതിനുശേഷം ഭൂമിയിലേക്ക് അല്ലാഹു തആല പറഞ്ഞു വിടുന്ന സമയത്ത് ഒന്നിനും കഴിയാതെ വെറും കാലിട്ടടിക്കാൻ മാത്രം കഴിയുന്ന, സന്തോഷത്തിലും കരയാൻ കഴിയുന്ന, സന്താപത്തിലും കരയാൻ കഴിയുന്ന ഒരവസ്ഥ കുട്ടിക്കുണ്ടായിരുന്നു. അവിടെയും ആ കുട്ടി അല്ലാഹു സംരക്ഷിച്ചു കൊണ്ടുവന്നു. അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ വളർന്നു വളർന്ന് വലുതായി വന്നുകൊണ്ട് സ്വന്തമായി അധ്വാനിക്കേണ്ട പ്രായത്തിലേക്ക് എത്തിയപ്പോ അല്ലാഹുവിനെ മറന്ന് ജീവിക്കാൻ തുടങ്ങി. സൃഷ്ടാവിനെ ഓർമ്മയില്ല, അല്ലാഹുവിനെ ഓർമ്മയില്ലാത്തൊരു വഴിയിലൂടെ അവൻ ജീവിക്കാൻ തുടങ്ങി. അല്ലാഹു തആല ഖുർആനിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്, ഇന്നാ ഹദൈനാഹു സബീല, യഥാർത്ഥ വഴി അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിറയൗവനത്തിലേക്ക് അവൻ കടന്നു വരുന്ന സമയത്ത് ആളുകൾക്ക് എല്ലാവർക്കും അവൻ ആവശ്യമുള്ള സമയമാണ്. ഏത് മീഡിയക്കാർക്കും അവൻ ആവശ്യമുണ്ട്, ഏത് സിനിമ ആക്ടർമാർക്കും അവൻ ആവശ്യമുള്ള സമയമാണ്. അതുപോലെ തന്നെ നാട്ടിൽ നടക്കുന്ന ഏത് കാര്യങ്ങൾക്കും അവൻ മുന്നിൽ നിൽക്കാൻ പറ്റുന്ന ആരോഗ്യ സമയത്താണ്. എല്ലാ മേഖലയിലും അവൻ ആവശ്യമുണ്ട്. നാടക വേദികളിൽ അവൻ ആവശ്യമുണ്ട്, സിനിമാ വേദികളിൽ അവൻ ആവശ്യമുണ്ട്, നാട്ടിൽ നടക്കുന്ന എല്ലാ പേക്കൂത്തുകൾക്കും അവൻ ആവശ്യമുണ്ട്. ഇന്നവൻ നിറയൗവനത്തിലാണ്. അല്ലാഹു അവനിക്ക് നിറയൗവനം കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് അല്ലാഹുവിനെ അവൻ മറന്നുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മ വരുന്നുള്ളൂ. വളരെ കൂടുതൽ ആളുകൾ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപാട് ആളുകള് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് കൂടുതലും. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ വളരെ കുറച്ച് മാത്രമാണ്. അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ അലം നജ്അൽ ലഹു ഐനൈൻ. എടോ മനുഷ്യ, നിനക്ക് ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും നമ്മൾ തന്നോ, എല്ലാം കാണാനുള്ള കണ്ണിന്റെ ശേഷി അല്ലാഹു തന്നോ. അലം നജ്അൽ ലഹു ഐനൈൻ, രണ്ട് കണ്ണ് നാം നിങ്ങൾക്ക് തന്നില്ലേ. വലിസാനം വശഫതൈൻ, ഒരു നാവും രണ്ട് ചുണ്ടും നാം അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. രണ്ട് ചുണ്ടും ഒരു നാക്കും നൽകിയിട്ടുണ്ട്. ഭൂമി ലോകത്ത് ഇതുപോലെ വേറൊരു ജീവിക്കുന്ന കൊടുത്തിട്ടില്ല. സംസാരശേഷി മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. ഏതെങ്കിലും ഒരു നാൽക്കാലിക്ക് സന്തോഷം വന്നാലും അത് കരയുന്നു, സന്താപം വന്നാലും പ്രയാസം വന്നാലും അത് കരയുന്നു. അതേ സമയത്ത് ചിരിക്കുന്ന ഏകജീവി മനുഷ്യന് മാത്രമാണ്. മനുഷ്യന് സന്തോഷം വരുമ്പോ മുഖത്ത് പുഞ്ചിരി പ്രകടമാകുന്നു, സന്താപം വരുന്ന സമയത്ത് ആ മനുഷ്യന്റെ മുഖത്ത് പ്രയാസം അനുഭവപ്പെടുന്നു. ഇത് മനുഷ്യന്റെ പ്രത്യേകതയാണ്. അതാണ് അല്ലാഹു ചോദിക്കുന്നത്, അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ. എടോ, നിനക്ക് രണ്ട് ചുണ്ട് നാം നൽകിയിട്ടില്ലേ, ഒരു നാക്ക് നൽകിയിട്ടില്ലേ, രണ്ട് കണ്ണ് നൽകിയിട്ടില്ലേ. എന്നിട്ടല്ല പറയുന്നുണ്ട്, വഹദൈനാഹു നജ്ദൈൻ, നന്മയും തിന്മയുമായ രണ്ട് വഴിയും നിന്റെ മുമ്പിൽ തുറന്നു തന്നില്ലേ. ഇത് നന്മയുടെ വഴിയാണ്. ഇങ്ങനെയാണ് മനുഷ്യനെ ജീവിക്കേണ്ടത്. ഇങ്ങനെ ജീവിച്ചാൽ നിനക്ക് രക്ഷപ്പെടാമെന്ന് അല്ലാഹു മഹാന്മാരായ അമ്പിയാക്കളിലൂടെ നിങ്ങളിലേക്ക് പഠിപ്പിച്ചു തന്നു.
ഇങ്ങനെ നീ ജീവിക്കരുത്. ഈ രൂപത്തിൽ ജീവിച്ചാല് നിന്റെ വഴിവെട്ട ജീവിതത്തിന് അത് കാരണമായി പോകാം, അത് ആഖിറം നഷ്ടപ്പെടാൻ കാരണമായി പോകുമെന്ന് അമ്പിയാക്കൾ മുഖേന അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടേക്കൊന്നും നമ്മൾ നോക്കുന്നില്ല. യഥാർത്ഥത്തില് ഈ നിറയുമ്പനം നിലനിൽക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ അല്ലാഹുവിനെ തിരിച്ചറിയേണ്ടത്, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ്. ഒന്നുമല്ലാത്ത കാലത്തിലൂടെ നമ്മൾ കടന്നു വന്നു. ആരാന്റെ സഹായം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കുട്ടിക്കാലം നമുക്ക് കഴിഞ്ഞു പോയി. ഇന്ന് നിറയുംബരത്തിലാണ് നിൽക്കുന്നതെങ്കിൽ, ഇന്ന് സിനിമാ തിയേറ്ററുകളിൽ ഇവൻ ആവശ്യമുണ്ടെങ്കിൽ, നാടകവേദികളിൽ ഇവൻ ആവശ്യമുണ്ടെങ്കിൽ, ഇന്നവൻ വിടർന്ന് നിൽക്കുന്ന പുഷ്പമാണെങ്കിൽ ഈ സമയത്താണ് അവനക്ക് അല്ലാഹുവിനെ വേണ്ടത്, അല്ലാഹുവിന് അവനെയും വേണ്ടത്. ഈ സമയത്ത് അവനെ ഉപയോഗപ്പെടുത്തിയാൽ, ആരോഗ്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവന്റെ ആരോഗ്യം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചാല് വലിയ ഓഫറാണ് അല്ലാഹു കൊടുക്കുന്നത്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്ന, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ മുന്നിട്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകളെ അല്ലാഹുവിന്റെ ഇബാദത്തിൽ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടി ജീവിതം ചിട്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാർക്ക് അല്ലാഹു കൊടുക്കുന്ന ഓഫറാണ് അല്ലാഹുവിന്റെ കോടാനുകോടി ആളുകൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാബൻ സഭ, ഒരു ചാന്ദ്രീത സൂര്യൻ കത്തിജ്വലിച്ചു നിൽക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ നിഴലല്ലാതെ ഒരാൾക്കും നിഴലില്ലാത്ത മഹ്ശറാബൻ സഭയിൽ കടന്നു വരുന്ന സമയത്ത് അവന്റെ യുവത്വ സമയം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ നല്ല മജ്‌ലിസുകളിൽ അവർ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ, അവന്റെ ആയുസ് റബ്ബ് പൊരുത്തപ്പെടുന്ന മേഖലയിൽ അവന് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ആ സമയത്ത് അല്ലാഹുവിന്റെ അർശിന്റെ നിഴല് അവന് കിട്ടുകൊടുക്കുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും വേണ്ടാത്ത സമയമാണ്, എല്ലാവർക്കും വേണ്ട സമയം. ഈ സമയം അവന്റെ ആരോഗ്യം മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹുവിന് വേണ്ടി അവൻ ചെലവഴിക്കുമ്പോ അല്ലാഹു വലിയ ഓഫറാണ് അവർക്ക് തിരിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മളത് മനസ്സിലാക്കുന്നില്ല. നമ്മൾ വന്ന വഴി മറക്കുന്നു, നിലവിൽ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മറക്കുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മൾ വന്നെങ്കിൽ അതിനെക്കുറിച്ചൊന്നും നമുക്ക് ചിന്തയില്ല. ഇന്ന് നമ്മൾ ലോകം കീഴടക്കാനുള്ള, ലോകത്തെ അടക്കി ഭരിക്കാനുള്ള, ലോകത്തെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കാനുള്ള വെമ്പലിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കിന്ന് അല്ലാഹുവിനെ ഓർക്കാൻ സമയമില്ല. ഒരല്പസമയം ഒരു വഅദിന്റെ മജ്‌ലിസിൽ വന്നിരുന്നാൽ നമുക്ക് മുഷിപ്പ് തോന്നുന്നു. അതേ സമയത്ത് ഗ്യാലറികളിൽ പോയിരുന്ന് മണിക്കൂർ കണക്കിന് കളി കണ്ടിരിക്കാൻ നമുക്ക് മടുപ്പില്ല. മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മണിക്കൂറുകൾ അതിന്റെ മുമ്പിൽ നമ്മൾ ഇഅ്തികാഫിരിക്കാം, നമുക്ക് മടുപ്പില്ല. അതേ സമയത്ത് ഒരല്പസമയം ദിക്റിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോഴേക്ക്, ഒരല്പസമയം വഅദിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുമ്പോഴേക്ക് നമുക്ക് മടുപ്പും മുഷിപ്പും വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളെവിടെ നിൽക്കുന്നു. അത് നമ്മളിങ്ങനെ പെടാപ്പാടുപെടുന്നത് ലോകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് സമ്പാദിക്കണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സമ്പാദിക്കണം, അതിന്റെ പിന്നിലാണ് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കണം. അതേ സമയത്ത് എന്തുണ്ടാക്കിയാലും അതൊക്കെ നമ്മൾ അധ്വാനിച്ച വീടുണ്ടോ? എങ്ങനെ വീടുണ്ടാക്കി? ഞാൻ ഗൾഫിൽ പോയി അവിടെ ഞാൻ സ്വന്തമായിട്ട് കുറച്ച് കാലം കടയും കച്ചവടമൊക്കെ നടത്തിയിട്ട് ഒരു 5-6 കൊല്ലം അവിടെ നിന്നപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഇന്നൊരു വീട് കയറ്റി. പിന്നെ അവിടെ കുറച്ചു കാലം ജോലി ചെയ്തപ്പോഴേക്ക് കുറച്ചൊക്കെ സമ്പാദിച്ച് നാട്ടിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ വാങ്ങിയിട്ടു ഒക്കെ നമ്മളിലേക്ക് ചേർത്തി പറയും. അള്ളാഹുവിനെ നമ്മൾ മറക്കുകയാണ്. ഇതിന്റെ റബ്ബ് തന്നതാണ്. എന്റെ റബ്ബ് അൽഹംദുലില്ലാ എനിക്ക് തന്നതാണ്. ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ? എന്റെ മകൻ ഗൾഫിൽ പോയത് കൊണ്ട് ഞാനൊരു വീട് കയറ്റി, എന്റെ മകൻ ഗൾഫിൽ പോയത് കൊണ്ട് എന്റെ കടം വീടി, എന്റെ മകൻ ഗൾഫിൽ പോയത് കൊണ്ട് എന്റെ മകളെ കെട്ടിച്ചോ, എന്റെ മകൻ ഗൾഫിൽ പോയത് കൊണ്ട് ഞാൻ ഇന്നാലിന്നതൊക്കെ ചെയ്തു എന്നിങ്ങനെ മറ്റുള്ളവരിലേക്ക് ചേർത്തി നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ എന്റെ റബ്ബ് തന്ന ഫضل കൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് റബ്ബിലേക്ക് ചേർത്തി പറയാൻ നമ്മൾ സമയം കാണുന്നുണ്ടോ? എന്താ എല്ലാത്തിനും സബബുണ്ടാവും, കാരണം ഉണ്ടാവും. അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂൻ.
മനുഷ്യൻ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നവനാണ്. എന്തെന്ത് അനുഗ്രഹങ്ങൾ അവനിക്ക് ചെയ്തു കൊടുത്താലും ആ അനുഗ്രഹങ്ങൾ നിഷേധിക്കുന്നവനാണ് മനുഷ്യന്. ആ അനുഗ്രഹത്തിന്റെ മേൽ അവൻ സാക്ഷിയാണ്. നാളെ ആഖിറത്തിൽ അതൊക്കെ കൊണ്ടുവന്നവനെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കാം. സമ്പത്തിനെ അതിരറ്റി ആഗ്രഹിക്കുന്നവനാണ് മനുഷ്യന്. സമ്പത്ത് എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. ഭൂമി ലോകത്തേക്ക് ഒന്നുമില്ലാതെ കടന്നു വന്ന മനുഷ്യനാണ്. ഇവിടെ വന്നുകൊണ്ട് ഭൂമിയെ കൈയടക്കാൻ ശ്രമിക്കുന്നു. ഏക്കറക്കണക്കിന്. അതുപോലെ തന്നെ എല്ലാത്തിന്റെയും അധികാരം അവന്റെ കയ്യിൽ വരണം. ഈ ഒരവസ്ഥയിലേക്ക് അവന് പോകുന്നുണ്ടെങ്കിൽ അതാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. സമ്പത്തിനെയാണ് അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. സമ്പത്ത് എങ്ങനെയെങ്കിലും ഒക്കെ സമ്പാദിക്കണം. അതിന് ഹലാലെന്നില്ല, അതിന് ഹറാമെന്നില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട വഴിയോ അല്ലാഹു വെറുത്ത വഴിയോ അവൻ നോക്കുന്നില്ല. എങ്ങനെയെങ്കിലും സമ്പാദിക്കണം. അതല്ലേ ഇന്നലത്തെ പത്രം നോക്കണം നിങ്ങള്. ഇന്നലത്തെ പത്രം നോക്കണം നിങ്ങള്. ആലപ്പുഴയിലുള്ള ഒരു സഹോദരനാണ്. 86 വയസ്സുള്ള തന്റെ അച്ഛനെ, അതുപോലെ തന്നെ 70 ചില്ലാനം വയസ്സുള്ള അമ്മ, ഇവർ രണ്ടുപേരും വീട്ടിലുണ്ട്. അവരോട് സമ്പത്ത് ചോദിക്കുന്നുണ്ട്, പണം ചോദിക്കുന്നുണ്ട്. പണം കൊടുക്കാത്തതിന്റെ പേരില് ആ അച്ഛനും അമ്മയും കിടന്നുറങ്ങുന്ന സമയത്ത് വീടിനെ തീയിട്ട് നശിപ്പിച്ച് തന്റെ നൊന്ത് പെറ്റ അമ്മയെയും തന്റെ പിതാവിനെയും അച്ഛനെയും അതിൽ കടത്തി ചുട്ട് കൊന്നെങ്കില് സമ്പത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യുന്ന കാലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. നിങ്ങളെ നൊന്തുപറ്റ അമ്മ, പ്രസവിച്ച വേദന, എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് നമ്മെ പ്രസവിച്ച് ഭൂമി ലോകത്തേക്ക് കൊണ്ടുവന്ന് അതിനുശേഷം നമുക്ക് വേണ്ടത് മുഴുവൻ ചെയ്തു തന്നത് പ്രിയപ്പെട്ട അമ്മയും അച്ഛനും. അവരെയാണ് സമ്പത്തിന് വേണ്ടിയിട്ട് അവരെ ചുട്ടരിച്ചു കൊന്നെങ്കില് സമ്പത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന കാലത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. എങ്ങനെ സമ്പത്തുണ്ടാക്കണം? അവിടേക്ക് മാത്രമാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞൊരു വാഴുതുണ്ട്, കരാറുണ്ട്. അതിനെ നമ്മൾ ഭൂമി ലോകത്തേക്ക് വന്നപ്പോ മറന്നുപോയി. വാനലോകത്ത് വെച്ച് അള്ളാഹു നമ്മുടെ അറുവാഹകൾ ഒരുമിച്ച് കൂട്ടിയിട്ട് അവിടെ വെച്ചുകൊണ്ട് അള്ളാഹു ചോദിച്ച ചോദ്യമുണ്ടോ, അലസ്തു ബിറബ്ബിക്കുമുൽ അഅ്ലാ, നിന്റെ ഏറ്റവും വലിയ നാഥൻ ഞാനല്ലയോ എന്ന് ചോദിച്ചപ്പോ ബലാ ശഹീദിനാ, അതേ റബ്ബേ നീ തന്നെയാണ് ഞങ്ങളെ യജമാനന്, നീ തന്നെയാണ് ഞങ്ങളെ പോറ്റുന്നവന്, നീ തന്നെയാണ് ഞങ്ങളുടെ നാഥൻ, റബ്ബ് നീ തന്നെയാണെന്ന് നമ്മൾ പറഞ്ഞെങ്കിൽ ഭൂമി ലോകത്ത് വന്നപ്പോ നാം അത് മറന്നുപോയി. നാം ഇവിടെ ഏകാധിപതിയായി ജീവിക്കാൻ തുടങ്ങി, സ്വച്ഛാധിപതിയായി നമ്മൾ ജീവിക്കാൻ തുടങ്ങി. അഹങ്കാരമാണ് നമ്മളെ പിടികൂടിയത്. പരസ്പരം അക്രമികളായി നമ്മൾ മാറിയെങ്കിൽ, ഏറ്റവും വലിയ ധിക്കാരികളായി നമ്മൾ ലോകത്ത് മാറിയെങ്കിൽ, ഏറ്റവും വലിയ പകപോക്കലിന്റെ മാതൃകയായി മനുഷ്യൻ മാറിയെങ്കിൽ, ലോകത്ത് പേര് കേട്ട ഏറ്റവും വലിയ പക അത് പാമ്പിനാണെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയെങ്കിൽ, പാമ്പിനെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തില് വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും പകപോക്കാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനെ പാമ്പിനെ പോലും പകപോക്കലിന്റെ പേരിൽ ലജ്ജിപ്പിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിയെങ്കിൽ, അതുപോലെ തന്നെ ഏറ്റവും അധികം പേര് കേട്ട അഹങ്കാരത്തിന് പേര് കേട്ടത് മയിലാണെങ്കിൽ, മയിലിനേക്കാൾ അഹങ്കാര സ്വഭാവം, ധിക്കാര സ്വഭാവമുള്ളവന് മനുഷ്യനായി മാറിയെങ്കിൽ നമ്മൾ ചിന്തിക്കുക. അതുപോലെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയില്ലേ, ഏറ്റവും വലിയ കാമപൂർത്തീകരണം നടത്തുന്നത് കോഴികളാണെങ്കിൽ, കോഴികളെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തില് തന്റെ മക്കളെ കൊണ്ട്, തന്റെ ജ്യേഷ്ഠാനുജ സഹോദര സഹോദരിമാരെ കൊണ്ട്, എത്ര തന്റെ പിതാവ് മക്കളെ കൊണ്ട്, സഹോദര സഹോദരിമാർ അങ്ങുമിങ്ങും അങ്ങനെ പരസ്പരം അവർ കാമപൂർത്തീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കാലം വന്നെങ്കിൽ, കോഴികൾ പോലും ലജ്ജിച്ചു പോകുന്ന രൂപത്തില് നമ്മളെ കാമപൂർത്തീകരണം നടത്തുന്ന അവസ്ഥയിലെത്തിയെങ്കിൽ ചിന്തിക്കണം, നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? പേര് കേട്ട ഏറ്റവും വലിയ മടിയന്മാര് കഴുതകളാണെന്ന് നമ്മൾ പറയാറുണ്ടെങ്കിൽ, കഴുതകളെ പോലും ലജ്ജിപ്പിക്കുന്ന രൂപത്തിലല്ലേ നമ്മുടെ മടി. കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന മനുഷ്യനുണ്ട്. ഈ കഴുതയാണോ മനുഷ്യനാണോ ഏറ്റവും വലിയ മടിയൻ? കഴുതപ്പുറത്താണ് ഈ മനുഷ്യൻ യാത്ര ചെയ്യുന്നത്. ഈ കഴുതയാണോ മനുഷ്യനാണോ ഏറ്റവും വലിയ മടിയൻ? നമ്മൾ പറയും ഏറ്റവും വലിയ മടിയന്റെ ഉദാഹരണം അത് കഴുതയാണ്. അതേ സമയത്ത് ഈ പറയുന്ന മനുഷ്യൻ ഈ കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്നുവെങ്കിൽ ഏറ്റവും വലിയ മടിയുടെ ഉദാഹരണം
ഗതാഗതം മനുഷ്യനായി മാറിയിട്ടുണ്ട്. അവനൊരു ഫോൺ കിട്ടിയാൽ മതി, അല്പം നെറ്റും ഒരു സെറ്റും ഉണ്ടെങ്കിൽ അവനിക്ക് എത്ര മണിക്കൂറുകളും അവനിക്ക് ജീവിക്കാം. ഒരു പ്രശ്നമില്ല. ഫോണിൽ അല്പം ചാർജ് വേണം, അതിൽ കുറച്ച് നെറ്റും വേണം. അത് രണ്ടും ഉണ്ടെങ്കിൽ എത്ര സമയം അവനിക്ക് ജീവിക്കാം. അവർക്ക് ഭക്ഷണം ഒന്നും വേണ്ട, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. അങ്ങനത്തെ അവസ്ഥയിലേക്ക് നമ്മളാണ് ഏറ്റവും വലിയ മടിയന്മാരായി മാറിയത്. ഏറ്റവും വലിയ മടിയന്മാര് നമ്മളാണ്. ഹലാലും ഹറാമും നമുക്ക് തിരിച്ചറിയുന്നില്ല. ഹലാലും ഹറാമും തിരിച്ചറിയാതെ തോന്നിയതുപോലെ ജീവിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. അള്ളാഹു നമുക്ക് അമാനത്തായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ച റൂഹുണ്ട്. ഈ ആത്മാവ് ശുദ്ധമായിട്ടാണ് നമ്മെ ഏൽപ്പിച്ചതെങ്കിൽ പരിശുദ്ധമായി അതിനെ തിരിച്ചേൽപ്പിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇല്ലെങ്കിൽ അത് അപകടമാണ്. ആ പരിശുദ്ധമായ രൂപത്തിൽ അത് തിരിച്ചേൽപ്പിക്കുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ജീവിതത്തെയും മരണത്തെയും പടച്ചത്. അള്ളാഹു ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്നതുണ്ട്, ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജീവിതത്തെയും മരണത്തെയും പടച്ചത് ഇഹ്സാനോട് കൂടി നിങ്ങളിൽ ആരാണ് അമൽ ചെയ്യുന്നത്. അതിന്റെ ഒരു ചോദ്യമാണ്, ഒരു പരിശീലനമാണ്, അതിന്റെ ഒരു പരീക്ഷയാണ് നിങ്ങളുടെ ജീവിതവും മരണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മെ അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ ഹൃദയം ശുദ്ധീകരിച്ചിട്ടുണ്ട്. ഒരു തെറ്റുമില്ലാത്ത കറപുരളാത്ത ഹൃദയവുമായി നമ്മെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെങ്കിൽ പരിശുദ്ധമായ ഹൃദയത്തോടെ നമുക്ക് തിരിച്ചു പോകണം. അതിനു വേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കേണ്ടത്. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നമ്മൾ യാത്രക്കാരാണല്ലോ. ആലമുൽ അർവാഹിൽ വെച്ച് തുടങ്ങി വെച്ച യാത്ര ഉമ്മയുടെ വയറ്റിലൂടെ നമ്മുടെ ഭൂമി ലോകത്തേക്ക് എത്തിയെങ്കിൽ ഇവിടെ നമ്മൾ ജീവിക്കുമ്പോ നാളെ ഇനിയും ഒരു യാത്രാസ്ഥലം നമുക്കുണ്ട്. അവിടേക്ക് നമ്മൾ പോകുന്നതിന്റെ മുമ്പ് അവിടേക്കുള്ള ഖൈറുസ്സാദ്, ഏറ്റവും നല്ല ഭക്ഷണം ഒരുക്കേണ്ട സ്ഥലമാണ് ദുനിയാവ്. തിരിച്ചറിയലാണ് നമ്മുടെ പ്രധാനം. തിരിച്ചറിയലാണ് നമ്മൾ ചെയ്യേണ്ടത്. ആഖിറത്തിലേക്കുള്ള അന്നം നമ്മൾ ഒരുമിക്കേണ്ടത്, ശേഖരിക്കേണ്ടത് ഇവിടെയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അദ്ദുനിയാ മസ്റഅത്തുൻ ലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. ഇവിടെ ആരെങ്കിലും നന്മ കൊണ്ട് കൃഷി ഇറക്കിയാല്, നന്മയുടെ വിളവിറക്കിയാല്, നന്മയുടെ വിത്ത് പാകിയാല്, നന്മ കൊണ്ട് ഇവിടെ വല്ലതും മുളപ്പിച്ചെടുത്താല് ആഖിറത്തിൽ വരുന്ന സമയത്ത് അതിന്റെ കതിരവനിക്ക് കൊയ്തെടുക്കാൻ സാധിക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെയാണ് നമ്മുടെ വിളനിലമാക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ കൃഷി ഇറക്കേണ്ടത്. അതാണ് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഇന്നദ്ദുനിയാ ഖുൽബത്തുൻ ഖദിറ. ദുനിയാവ് പച്ച പിടിച്ച മാധുര്യമുള്ള ഒരു വസ്തുവാണോ. ആ പച്ചപ്പ് കണ്ട് നീ അതിന്റെ മുന്നിൽ കണ്ണ് മഞ്ഞളിച്ചു പോകണ്ട. നിന്നെ വശീകരിക്കുന്ന, നിനക്ക് ആകർഷണീയ സ്വഭാവമുള്ള പച്ച പിടിച്ചു കിടക്കുന്ന ദുനിയാവ്, അവിടെ നിന്നെ അല്ലാഹു പ്രതിനിധിയാക്കി പറഞ്ഞു വിട്ടതാണ്. അല്ലാഹു അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. ഞാൻ എന്റെ ഒരു പ്രതിനിധിയെ ഭൂമിയിൽ അയക്കാൻ ഉദ്ദേശിക്കുന്നു. അങ്ങനെയാണ് അല്ലാഹു നമ്മെ പടക്കുന്നതിന്റെ തുടക്കത്തിൽ മലക്കുകളോട് പരിചയപ്പെടുത്തിയത്. അവന്റെ ഒരു പ്രതിനിധിയാണ് നമ്മള്. അത് തന്നെയാണ് ഹബീബ് പഠിപ്പിക്കുന്നത്. പ്രതിനിധിയാക്കി പറഞ്ഞു വിട്ടതാണ്. പ്രതിനിധിയാക്കി പറഞ്ഞു വിടുന്നതിന് അവനിങ്ങനെ സദാസമയത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രതിനിധിയാക്കി എന്നെ പറഞ്ഞു വിട്ട എന്റെ നാഥന് നിന്നെ സദാസമയത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിന്റെ റബ്ബ് നിരീക്ഷണ കേന്ദ്രത്തിൽ ഇരുന്ന് നിന്നെ സദാസമയത്ത് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദുനിയാവിനെ സൂക്ഷിക്കണേ, ദുനിയാവിനെ സൂക്ഷിക്കണേ, ദുനിയാവിനെ സൂക്ഷിക്കണേ. ഹറാമുകളിലൂടെ കടന്നുപോയി ആയുസ് കളയല്ല, ഹറാമിലൂടെ കടന്നുപോയി നിന്റെ ആയുസ് നഷ്ടപ്പെടുത്തല്ല. വല്ല നന്മകൾ ചെയ്തുകൊണ്ട് ആഖിറത്തിൽ വെച്ചതിന്റെ ഫലം നമുക്ക് കൊയ്തെടുക്കണമെങ്കിൽ നന്മകളിലൂടെ ആയുസിനെ നിങ്ങൾ ചെലവഴിക്കണേ.
ചിന്തിക്കേണ്ടത്. നാം നമ്മെ മറക്കാൻ പാടില്ല. നമുക്ക് പോകാനുള്ളൊരു വഴിയുണ്ട്, ആ വഴിയെ കുറിച്ച് കൃത്യമായി നമുക്ക് ബോധ്യമുണ്ടാകണം. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് തന്നെ തോന്നും നമ്മളിവിടെ കാലാകാലം ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുവെങ്കിൽ അള്ളാഹ് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അത്ഭുതപ്പെട്ടു പോകാം. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഇന്നകും ഇലൈനാ ലാ തുർജഊൻ. എടോ മനുഷ്യ, തോന്നിയ പോലെ നീ ജീവിക്കുന്നുവെങ്കിൽ, ഹറാമും ഹലാലും ഇല്ലാതെ വഴിവിട്ട പാതയിലൂടെ നീ ജീവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നീ ചിന്തിക്കുക. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ, ഭൂമിയിലേക്ക് നിന്നെ വെറുതെ പറഞ്ഞു വിട്ടതാണെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും നീ വിചാരിക്കേണ്ട. നിന്നെ ഭൂമിയിലേക്ക് അല്ലാഹു വെറുതെ പറഞ്ഞു വിട്ടതല്ല. വഇന്നകും ഇലൈനാ ലാ തുർജഊൻ, നീ നമ്മളിലേക്ക് മടങ്ങി വരില്ല എന്ന് ഒരിക്കലും നീ വിചാരിക്കേണ്ട. നിന്നെ നാം കൊണ്ടുവരാം, എന്റെ സവിധത്തിലേക്ക് തന്നെ നീ കടന്നു വരാം. അതുകൊണ്ട് ബോധത്തോട് കൂടി നീ ജീവിക്കണേ. ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി അല്ലാഹു നമ്മെ പറഞ്ഞു വിട്ടതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, നമ്മെ പറഞ്ഞു വിട്ടതിന്റെ പിന്നിൽ നമുക്ക് ലക്ഷ്യമുണ്ട്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്. ആ ലക്ഷ്യപൂർത്തീകരണത്തിന് വേണ്ടി നീ ജീവിക്കണേ. ലക്ഷ്യത്തിന്റെ പൂർത്തീകരണമാണ് നമ്മൾ നടത്തേണ്ടത്. ആലമുൽ അർവാഹിൽ നിന്ന് ഉമ്മയുടെ വയറ്റിലേക്ക് നമ്മളെത്തി. ഇന്ന് നമ്മൾ ഭൂമിയിലെത്തി. ഇവിടെ എത്തിയപ്പോ കുട്ടിക്കാലം കഴിഞ്ഞ്, നിറയുപ്പരം കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് എത്തുന്നതിന് ഖുർആൻ വളരെ മനോഹരമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തുന്നത് ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്ത്, മുദ്രിബലഹും മസലൽ ഹയാത്തിദ് ദുനിയ കമാഇൻ അൻസൽനാഹു മിനസ് സമാഅ ഫഖ്തലത ബിഹി നബാതുൽ അർദ് فأصبح هشيما تذروه الرياح وكان الله على كل شيء مقتدرا. അല്ലാഹു ഓർമ്മപ്പെടുത്തുന്നത് നിന്റെ ജീവിതത്തെ കുറിച്ച് അല്ലാഹു പരിചയപ്പെടുത്തുകയാണ്. ഐഹികമായ ജീവിതത്തെ പരിചയപ്പെടുത്തി തരികയാണ്. അവർ ഉപമപ്പെടുത്തുന്നത് ആകാശലോകത്തു നിന്ന് വാനലോകത്തു നിന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വീഴുന്ന മഴത്തുള്ളി പോലെയാണോ നിന്റെ ജീവിതം. ആ മഴത്തുള്ളി ഭൂമിയിൽ വന്ന് പതിച്ചാല് അത് ഭൂമിയിൽ വന്ന് പരക്കുന്നു, അത് നിറഞ്ഞൊഴുകുന്നു. ഭൂമിയിലൂടെ വെള്ളത്തുള്ളി ഇങ്ങനെ പരന്നൊഴുകാൻ തുടങ്ങുന്നു. അതിൽ നിന്ന് ചെറിയ ചെറിയ സസ്യങ്ങൾ ഇങ്ങനെ മുളച്ചു പൊന്താൻ തുടങ്ങുന്നു. ആ സസ്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ സസ്യങ്ങൾ തുടക്കത്തിൽ ചെറുതാണെങ്കിലും പിന്നീട് അതങ്ങനെ വലുതായി വലുതായി വന്ന് പിന്നീട് അത് വലിയ വലിയ വടവൃക്ഷമായി മാറി. കാറ്റടിച്ചാൽ അങ്ങുമിങ്ങും ആടുന്ന വലിയ വടവൃക്ഷമായത് മാറിയെങ്കില് അതുപോലെയാണോ നിന്റെ ജീവിതം. അതിനുശേഷം അത് വടവൃക്ഷമായി മാറിയതിന് ശേഷം അത് പിന്നീട് നിലം പതിച്ചു പോയി ഒന്നുമല്ലാത്ത അവസ്ഥയിലേക്ക് മടങ്ങുന്നുവെങ്കിൽ ഏതോ മനുഷ്യ ഒന്നുമല്ലാത്ത ഒരു വെള്ളത്തുള്ളിയിൽ നിന്ന് നിന്നെ നാം പടച്ചോ. പിന്നീട് ഭൂമിയിലേക്ക് കോലം പടച്ച് നിന്നെ കൊണ്ടുവന്നോ. അല്ലാഹു വളർത്തി വലുതാക്കി ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഒരു കാറ്റടിച്ചാൽ അങ്ങുമിങ്ങും ആടുന്ന രൂപത്തിലേക്ക്, വാർദ്ധക്യത്തിന്റെ അവസ്ഥയിലേക്ക് അല്ലാഹു നിന്നെ കൊണ്ടുപോയില്ലേ. അതിനുശേഷം കാറ്റടിച്ചാൽ ആടുന്ന പോലെ അങ്ങുമിങ്ങും ഇങ്ങനെ ആടി നടക്കുമ്പോ വീഴാതിരിക്കാൻ വേണ്ടി നിന്റെ പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട ഭാര്യ നിന്റെ കയ്യിലേക്ക് ഒരു ഊന്നുവടി കൂടി തന്നിട്ടുണ്ട്. അതിൽ ഊന്നി പിടിച്ചുകൊണ്ടാണ് പിന്നീട് നിന്റെ നടത്തം. അതിനുശേഷം നീ നാമാവശേഷമായി പോകുന്നുവെങ്കിൽ അതുപോലെയാണ് ഭൗതിക ലോകത്തുള്ള നിന്റെ ജീവിതമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വലിയ ഉദാഹരണമാണ്. എന്ത് രസമുള്ള ഉദാഹരണം. കുട്ടിയാകുന്ന സമയത്ത്, കുട്ടിയാകുമ്പോ ഇങ്ങനെ വളർന്നു വരുമ്പോ ആ കുട്ടി അപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വീഴും. ചെറിയ ചെടി, ആ ചെടിമേൽ കോഴി ചവിട്ടിയാൽ മതി, അപ്പോൾ തന്നെ അതിങ്ങനെ ഒടിഞ്ഞെത്തും. അപ്പൊ നമ്മളതിന് ചെറിയൊരു കമ്പ് കുത്തി കൊടുക്കും. അപ്പൊ ഇങ്ങനെ നീർന്നു നിൽക്കും. പിന്നെ ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ വണ്ണം വെച്ച് വരുമ്പോ ആ കമ്പ് നമ്മൾ ഒഴിവാക്കും. പിന്നെ ആ ചെടി ഇങ്ങനെ നീർന്നു നിൽക്കും.
പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കാറ്റടിച്ചാൽ പിന്നെ കുറച്ച് വലുതാകുമ്പോഴാണ് ആടി അത് മറിയാൻ പോവുക. എന്നതുപോലെ കുട്ടിയാകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇവിടെ പിടിച്ചിങ്ങനെ പുടിക്കാൻ പോകും. അപ്പൊ നമുക്ക് നമ്മുടെ ഉപ്പ അല്ലെങ്കിൽ ഉമ്മ ഒരു സ്റ്റൂള് നീക്കി തരും, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം കയ്യിൽ തരും. ടൈം ഇങ്ങനെ ഉന്തി നടക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പഠിക്കും. എന്നിട്ട് പതുക്കെ നീച്ചു നിന്ന് അവന്റെ നൃത്തം ഉറച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കും. പിന്നെ അവൻ അങ്ങനെ നടക്കും. പിന്നെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോ വീണ്ടും അതേ അവസ്ഥ, കാറ്റടിച്ചാൽ ആടുന്നത് പോലെ. അപ്പൊ അവന്റെ കയ്യിലേക്ക് വീണ്ടും ഒരു വെടി കൊടുക്കും. അപ്പൊ അത് കുത്തിപ്പിടിച്ചിട്ട് അങ്ങനെ നിൽക്കും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. 60ന്റെയും 70ന്റെയും ഇടയിലാണ് എന്റെ ഉമ്മത്തിലെ അധിക ആളുകളുടെയും പ്രായമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്രേ കാലം നമുക്കുള്ളൂ ഇവിടെ, ഇത്ര കാലമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഫളിലാണ്. അതിൻ്റെ ഇടയിൽ ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പലതും നടക്കുന്നു, പലതും നടക്കാതെ പോകുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസാലി തങ്ങൾ ഇഹ്യായിൽ പറഞ്ഞതുപോലെ അഹ്ലാമു നൗമിൻ ഔ കദിൽ സാഇലി ഇന്നൽ ലബീബ ബിമിസ്ലിഹി ലാ യുഖ്ദഉ. ഒരു മനുഷ്യൻ ജീവിതത്തിൽ പല സ്വപ്നങ്ങളും കാണുന്നുണ്ട്, പല ആഗ്രഹങ്ങളും അവനിക്കുണ്ട്. യഥാർത്ഥത്തിൽ അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. അവനൊരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുന്നത് സ്വപ്നം കാണുന്നുണ്ട്, ഒരു രാജ്യത്തിന്റെ രാഷ്ട്രപതിയാകുന്നത് സ്വപ്നം കാണുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ ആകുന്നത് സ്വപ്നം കാണുന്നുണ്ട്, ഒരു സംസ്ഥാനത്തിന്റെ മന്ത്രിയാകുന്നത് സ്വപ്നം കാണുന്നുണ്ട്, ഫുട്ബോളിന്റെ ഏറ്റവും വലിയ പ്ലെയർ ആകുന്നത് സ്വപ്നം കാണുന്നുണ്ട്. എന്തൊക്കെ സ്വപ്നങ്ങൾ അവൻ ഉറക്കത്തിൽ കാണുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ കാണുന്ന സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാൻ കഴിയുന്നില്ല. ചിലതൊക്കെ സാക്ഷാത്കരിക്കുന്നു, ചിലതൊക്കെ ഇല്ലാതെ നഷ്ടപ്പെട്ടു പോകുന്നു. അതുപോലെയാണ് നിന്റെ ആയുസ്സിൽ നീ കാണുന്ന ഓരോ സ്വപ്നങ്ങള്. ആയുസ്സിൽ നീ ആഗ്രഹങ്ങൾ പലതും വെക്കുന്നുണ്ട്. മകളെ കെട്ടിച്ചു കൊടുക്കണം, മക്കളെ നല്ല രൂപത്തിൽ പഠിപ്പിച്ച് വളർത്തണം, നല്ലൊരു വീടുണ്ടാക്കണം, ഒരു വണ്ടി വാങ്ങണം, എന്തൊക്കെയോ സ്വപ്നങ്ങൾ നിനക്കുണ്ട്. എന്നാൽ അതിൽ ചില സ്വപ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ചില സ്വപ്നങ്ങളൊക്കെ നടക്കാതെ പൂവണിയാതെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുപോലെയാണ് നിന്റെ സ്വപ്നങ്ങളെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളെ പോലെ മാത്രമാണ് ആയുസ്സിൽ നിനക്കുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ആശയെന്ന് മഹാനായ ഇമാം ഗസാലി റഹിമഹുല്ലാഹ്. നമ്മളെന്തൊക്കെ സ്വപ്നം കാണുന്നുണ്ട്, ഒരുപാട് സ്വപ്നം കാണുന്നുണ്ട്, ഒക്കെ നടക്കൂല. നമുക്ക് ഇവിടെ നിന്നും യാത്ര പോകേണ്ടവരാണ്, ഇവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ യാത്രികരാണ്. മുത്തനബി പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ തങ്ങളുടെ തോളത്ത് കൈവച്ചുകൊണ്ടാണ് പുന്നാര നബി തങ്ങൾ പറയുന്നത്, ദുനിയാവിൽ വഴിയാത്രക്കാരനെ പോലെ, ഒരു വൈദേശികനെ പോലെ മാത്രം നീ ജീവിച്ചാൽ മതി. നമ്മൾ ആലോചിക്കുക, ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ ഒരു സഹോദരൻ, ഇവിടുന്ന് ഗൾഫിലേക്ക് പോയ ഒരാള് അവിടെ പോയിട്ട് രാപ്പകലുകൾ അവൻ കഷ്ടപ്പെട്ടുകൊണ്ട് കുടുംബത്തിന് വേണ്ടി അവൻ കഷ്ടപ്പെടും, രാവും പകലും കഷ്ടപ്പെടും. എന്നാൽ സമ്പാദിച്ചവന്റെ കയ്യിലൊന്നും അവൻ എടുത്തു വെക്കുന്നില്ല. അവിടുന്ന് എന്തൊക്കെ സമ്പാദിച്ചോ അത് മുഴുവൻ അവൻ നാട്ടിലേക്ക് കൊടുത്തേക്കും. അവിടെ ഒന്നും എടുത്തു വെക്കുന്നില്ല. നാട്ടിൽ പണി പുരോഗമിക്കും, നാട്ടിലെ മക്കളുടെ പഠനം പുരോഗമിക്കും, നാട്ടിലെ വീട്ടിലുള്ള കുടുംബങ്ങളുടെ കല്യാണത്തിനും മറ്റുമൊക്കെ എല്ലാ കാര്യങ്ങളും നല്ല റാഹത്തോടെ സജീവമായി നടക്കുമെങ്കിലും അവൻ അവിടെ കഷ്ടപ്പെടുകയാണ്. അവനിക്ക് അവിടെ സമ്പാദിച്ചതൊന്നും ഉപകരിക്കുന്നില്ല, എല്ലാം നാട്ടിലേക്ക് കൊടുത്തയക്കുന്നു. അവസാനം അവിടുന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് ലീവിന് വരാൻ തീരുമാനിച്ചാല് പിന്നീടുള്ള പൈസ കൊണ്ട് മക്കൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുകയാണ്. അവനിക്കത് കൊണ്ടൊന്നും ഉപകരിക്കുന്നില്ല, അതൊന്നും അവൻ ഉപകാരപ്പെടുത്തുന്നില്ല. മക്കൾക്ക് വേണ്ടി പലതും വാങ്ങുന്നുണ്ട്, മക്കളുടെ കളിക്കോപ്പുകള്, മക്കളുടെ ആവശ്യമായ സാധനങ്ങള് എല്ലാം വാങ്ങിയിട്ടാണ് നാട്ടിലേക്ക് അവർ വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ വൈദേശികനെ പോലെ ജീവിക്കുക. ഇവിടെ നിങ്ങൾ വിദേശിയാണ്, നിങ്ങളുടെ ഒറിജിനൽ സ്ഥലം ആഖിറമാണ്. അവിടേക്കാണ് നിങ്ങൾ കടന്നു പോകാനുള്ളത്. അവിടേക്ക് നിങ്ങൾ സമ്പാദിക്കുക, അമലുകളെ കൊണ്ട് ആഖിറത്തിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ വല്ലതും ഡെപ്പോസിറ്റ് ചെയ്യുക. അവിടെയാണ് നിങ്ങൾക്ക് സമ്പത്ത് വേണ്ടത്. ആഖിറത്തിലാണ് നീ കോടീശ്വരനാകേണ്ടത്, ദുനിയാവിലല്ല കോടീശ്വരനാവേണ്ടത്. ആഖിറത്തിലെ കോടീശ്വരനാവാൻ നിനക്കൊണ്ട് കഴിയണം. അതിന് വേണ്ടത് ആഖിറത്തിലെ അക്കൗണ്ടിലേക്ക് വല്ലതും ഡെപ്പോസിറ്റ് ചെയ്യാൻ നന്മകളെ കൊണ്ട്, സൽക്കർമ്മങ്ങളെ കൊണ്ട് ആഖിറത്തിലേക്ക് വല്ലതും ഡെപ്പോസിറ്റ് ചെയ്യാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ജീവിതം നമുക്ക് ഉപകരിച്ചോ, ജീവിതം കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടോ. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്.
ഇതൊക്കെ കഴിഞ്ഞു പോകും, ഈ യാത്ര കഴിഞ്ഞു പോകും. ഇനി അടുത്ത യാത്ര ഇവിടുത്തെ ജീവിതത്തിന്റെ അവസ്ഥക്കനുസരിച്ചാണ്. ഇവിടുത്തെ ജീവിതത്തിന്റെ അവസ്ഥക്കനുസരിച്ചാണ് അടുത്ത യാത്ര വരാനുള്ളത്. അടുത്ത യാത്രക്കുള്ള തുടക്കം മൗത്ത്, അത് മരണമാണ്. മരണമാണ്. ആ മരണത്തിലൂടെയാണ് അടുത്ത യാത്രക്ക് അവൻ ഒരുങ്ങുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യന് അവന്റെ ആയുസ് മുഴുവൻ അള്ളാഹുവിനെ പൊരുത്തപ്പിടിക്കാൻ ആവശ്യമായ സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി ജീവിച്ചൊരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന്റെ മരണത്തെ കുറിച്ച് ഹബീബ് പഠിപ്പിക്കുന്നത് ഒരു മുഅ്മിനിന് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് മരണമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അടിമയും ഉടമയും കണ്ടുമുട്ടാന്, അടിമക്ക് ഉടമനെ കണ്ടുമുട്ടാനുള്ള തടസ്സം മരണം മാത്രമാണെങ്കിൽ അവന്റെ യജമാനനെ കാണാനുള്ള യാത്രയിലാണ്. അവന്റെ ഉടമയെ കാണാന്, അവന്റെ റബ്ബിനെ കാണാന് 19 കൊല്ലത്തോളം അവന്റെ മുമ്പിൽ സുജൂദ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ 50ഓളം വർഷം അവൻ സുജൂദ് ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് നോമ്പ് നോറ്റിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, പരിശുദ്ധ ഖുർആൻ ഓതിയിട്ടുണ്ട്. ഇതുപോലത്തെ നല്ല മജ്ലിസുകളിൽ വന്നിരുന്നതൊക്കെ അള്ളാന്റെ പൊരുത്തം പ്രതീക്ഷിച്ചാണെങ്കിൽ ആ റബ്ബിനെ ഒരു നേരം കണ്ടിട്ടില്ലല്ലോ, ഒരു വട്ടം പോലും ആ റബ്ബിനെ അവൻ കണ്ടിട്ടില്ലല്ലോ. ആ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള യാത്രയാണ് അവന്റെ മരണം. അതുകൊണ്ട് മുഅ്മിൻ സന്തോഷിച്ച് മരിച്ചു പോകുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്, അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. അവനിക്കാണ് അൽ മൗതു തുഹ്ഫത്തുൽ മുഅ്മിനി, മുഅ്മിനിന് സമ്മാനം കിട്ടുന്നത്. അവനിക്ക് ഏറ്റവും വലിയ സമ്മാനം, അവന്റെ ഏറ്റവും വലിയ സമ്മാനം അവന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ അവനിക്ക് കിട്ടുന്ന മരണമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ യാത്രക്കാണ് നമ്മൾ അല്പം പ്രയാസപ്പെടേണ്ടത്. ഉമ്മയുടെ വയറ്റിലൂടെ നമ്മൾ കടന്നു വന്നപ്പോ നമുക്കൊന്നും അറിയേണ്ടതില്ലായിരുന്നു. എന്നാൽ ഇവിടുന്ന് നമ്മൾ അടുത്ത യാത്രയിലേക്ക്, അടുത്ത ലോകത്തേക്ക് നമ്മൾ കടന്നു പോകുമ്പോ ആ യാത്രയാണ് അല്പം പ്രയാസമുള്ളത്. ആ യാത്രക്ക് വേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. അവിടെയാണ് നമുക്ക് പ്രയാസം വരുന്നത്. അള്ളാഹുവിന്റെ ഹബീബ് പോലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട നിമിഷമാണത്. അള്ളാഹുവിന്റെ ഹബീബ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ അടുക്കലേക്ക് മഹാനായ അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് പുന്നാര നബി പോലും കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വിളിച്ചു പറയുന്നുണ്ട്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ, മരണത്തിന് അതികഠിനമായ വേദനയാണ് ആയിഷ, താങ്ങാൻ കഴിയുന്നില്ല ആയിഷ, സഹിക്കാൻ കഴിയുന്നില്ല ആയിഷ. വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന രൂപത്തില്, വെണ്ണയിൽ നിന്ന് നൂലെടുക്കുന്ന പ്രതീതിയോട് കൂടെ ഹബീബിന്റെ റൂഹ് എടുക്കുമ്പോൾ ഹബീബ് വിളിച്ചു പറയുന്നത്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ, മരണത്തിന് അതികഠിനമായ വേദനയുണ്ടെന്ന് പുണ്യനബിയാണ് പറയുന്നത്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. നബിയെ, ലോകത്തിന്റെ കാരുണ്യ ദൂതരായിട്ടല്ലാതെ അങ്ങേ നാം പറഞ്ഞയച്ചിട്ടില്ല. ഭൂമിക്ക് ലോകത്തിന് മുഴുവൻ അങ്ങ് കാരുണ്യമാണ് നബിയെ, അള്ളാഹുവിന്റെ റഹ്മത്താണ് നബിയെ. നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയ അള്ളാഹുവിന്റെ ഹബീബാണിത്. من جودك دنيا وضرتها ومن علومك علم اللوح والقلم. മഹാനായ ഇമാം ബൂസൂരി തങ്ങൾ പറഞ്ഞതുപോലെ ലോകത്തുള്ള സർവ്വവിജ്ഞാനങ്ങളും കൊടുത്ത ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളെ മറ്റുള്ള അമ്പിയാക്കളിലേക്ക് ചേർത്ത് നോക്കുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് ഇൽമിന്റെ സമുദ്രമാണെന്ന് മഹാനായ ബൂസൂരി ഇമാം രേഖപ്പെടുത്തിയില്ലേ. അങ്ങനത്തെ ഹബീബാണ്, അങ്ങനത്തെ ഹബീബാണ്. അള്ളാഹുവിന്റെ ഹബീബ് വേദന അനുഭവിച്ചപ്പോ മക്ക മണലാരുണ്യത്തിൽ വെച്ച് നബുവത്തിന്റെ 10ാം വർഷം മഹദിയായ ഖദീജത്തുൽ കുബ്ര ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് വേദന അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എല്ലാ നിലക്കും സംരക്ഷണം കൊടുത്ത അവിടുത്തെ അബൂ താലിബ് മരിച്ചു പോയപ്പോ ഹബീബായ തങ്ങൾ വേദന സഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് വേദനയും സഹിക്കാൻ കഴിയാതെ അള്ളാഹുവിന്റെ ഹബീബ് ത്വായിഫിലേക്ക് കടന്നു
പോയൊരു രംഗമുണ്ട്. തായിഫിൽ തന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരുള്ള ഒരു തായിഫിലേക്ക് കടന്നു ചെന്നിട്ട് അവരെ തനിക്ക് ആശ്വാസം തരുമെന്ന രൂപത്തിൽ തായിഫിലേക്ക് കടന്നു ചെന്നപ്പോ തായിഫിലുള്ള ആളുകളെ, അവിടുത്തെ ചെറുകുട്ടികൾ പോലും, ചെറിയ കുട്ടികൾ പോലും കയ്യിൽ കല്ലെടുത്തെറിഞ്ഞുകൊണ്ട് ഭ്രാന്ത ഭ്രാന്ത എന്ന് കൂവളിച്ചെറിഞ്ഞ രംഗം കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ സമയത്താണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ തായിഫുകാരെ, ഈ രണ്ട് പർവ്വതവും ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ തായിഫുകാരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിച്ചെങ്കിൽ അവിടെയും അല്ലാഹുവിന്റെ ഹബീബ് കനിവ് പറ്റാത്ത സംസാരമാണ് പറഞ്ഞത്. വേണ്ട ജിബ്രീൽ, ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെങ്കിലും പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നാൽ അവരെ നശിപ്പിക്കുന്നതിനേക്കാൾ പുണ്യമതാണെന്ന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ തിരു ഹബീബ്, അല്ലാഹുവിന്റെ റസൂൽ വേദന അനുഭവിച്ചപ്പോഴൊക്കെ അവർക്ക് ആശ്വാസം അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിനുശേഷമല്ലേ ഇസ്രാ മിഅ്റാജ് നടന്നത്. ആ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോ തന്റെ ഹബീബ് വേദനിക്കുന്നുണ്ട്. അതിന് സമാശ്വാസം കൊടുക്കേണ്ടത് ഞാനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിൽ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് അർശം കുർസും കടന്നുപോയി അല്ലാഹുവിന്റെ തിരുസവിധത്തിൽ പോയി അല്ലാഹുവിനോട് മുനാജാത്ത് നടന്നുകൊണ്ട് തിരിച്ചു വന്ന അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പോലും കടന്നു ചെല്ലാൻ കഴിയാത്ത ഒരു നിശ്ചിത സമയത്ത് അല്ലാഹുവിന്റെ ഹബീബേ, ഇവിടുന്ന് നിങ്ങൾ കടന്നു പോവുക. വല്ലാഹി ലൗ തനൗതു ഖദറ അൻമുലത്തിൻ ലഅഹറഖതു യാ റസൂലല്ലാഹ്, നബിയേ, ഇവിടുന്ന് അങ്ങോട്ട് ഒരൽപ്പം ഞാൻ മുന്നോട്ട് പോന്നിരുന്നുവെങ്കിൽ പ്രകാശം കൊണ്ട് പതച്ച മലക്കാണ് പറയുന്നത്, ഞാൻ കരിഞ്ഞു പോകും നബിയേ. അതുകൊണ്ട് ദഅനി തഖദ്ദം യാ ഹബീബി ലാ تخاف أبشر تناجي ربك القيوم صلوا عليه وسلموا تسليما. അല്ലാഹുവിന്റെ തിരു ഹബീബാണ് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് വേദനിച്ചപ്പോഴൊക്കെ അല്ലാഹു സമാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ആ ഹബീബാണ് മരണത്തിന്റെ സമയത്ത് പറയുന്നത്, യാ ആയിഷ ഇന്ന ലിൽ മൗതി ലസക്കറാത്ത്. ആയിഷ, മരണത്തിന് അതികഠിനമായ വേദനയുണ്ട്. ആയിഷ, ആലമുദ്ദുനിയിൽ നിന്ന്, ഈ ദുനിയാവിന്റെ വീട്ടിൽ നിന്ന് ആഖിറത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രയിലാണ്. ഈ സമയത്ത് പുണ്യനബി പോലും അങ്ങനെ പറഞ്ഞെങ്കില് മഹദിയായ ഫാത്തിമ ബീവി തന്റെ അടുത്തിരിക്കുന്നുണ്ട്. ഹബീബ് വഫാത്താകുന്ന സമയത്ത് ഹബീബിന്റെ അടുത്ത് തന്റെ മഹദിയായ മകള്, തന്റെ പ്രിയപ്പെട്ട മകള് ഫാത്തിമ ബീവി അടുത്തിരിക്കുന്നുണ്ട്. ഫാത്തിമ ബീവി വിളിച്ചു പറയാണ്, എന്റെ വാപ്പാക്ക്, എന്റെ ഉപ്പാക്ക് വന്ന വിഷമമേ, വേദനയെ, പ്രയാസമേ എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ ബീവി അലറി വിളിച്ച് കരഞ്ഞപ്പോ പുണ്യനബി ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നത്, അങ്ങനെ പറയല്ല ഫാത്തിമ, ലൈസ അലാ ബീക കർബും ബഅദല്ലോ. ദുനിയാവിന്റെ വീട്ടിൽ നിന്ന് ആഖിറത്തിലേക്കുള്ള യാത്രയിലാണ്. ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ എന്റെ ഉപ്പാക്കിന് വേദനയില്ല, നിന്റെ ഉപ്പാക്കിന് വിഷമമില്ല, നിന്റെ ഉപ്പാക്കിന് കഷ്ടപ്പാടില്ല, ശത്രുക്കളെ കഷ്ടപ്പാടിന് സഹിക്കേണ്ടതില്ല, ഒരാളുടെയും കഷ്ടപ്പെടുത്തലുകൾ നീ സഹിക്കേണ്ടതില്ല. അതുകൊണ്ട് ഫാത്തിമ, അങ്ങനെ പറയല്ല ഫാത്തിമ എന്ന് പുണ്യനബി പോലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദര, ദുനിയാവിന്റെ വീട്ടിൽ നിന്ന് ഞാനും നിങ്ങളും യാത്ര പോകേണ്ടതുണ്ട്. ആഖിറത്തിന്റെ വീട്ടിലേക്കുള്ളൊരു യാത്ര എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. വലയുഅഖിറുല്ലാഹു നഫ്സൻ ഇദാ ജാ അജലുഹാ. ജീവിക്കാൻ ആവശ്യമായ ഒരു ആയുസ് നമുക്ക് കണക്കാക്കി വെച്ചിട്ടുണ്ട്. ആ ആയുസ് എത്തിക്കഴിഞ്ഞാൽ ആയുസ് എത്തിക്കഴിഞ്ഞാൽ, സമയം എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം പോലും നിന്നെ മുന്നോട്ട് കൊണ്ടുപോകില്ല, ഒരു സമയം പോലും പിന്തിപ്പിക്കുകയുമില്ല. അത് സമയത്ത് നടക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അങ്ങനത്തെ ഒരു മരണം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട്. അറിയുമോ, മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം
ബഹുമാനപ്പെട്ട ഇമാം സയൂത്തി തങ്ങള് തന്റെ ദഖായിഖുൽ അഖ്ബാറിൽ രേഖപ്പെടുത്തിയ ഒരു സംഭവമാണ്. മഹാനായ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്റെ ഹദറത്തിലേക്ക് ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഈ മനുഷ്യൻ വന്നു നിൽക്കുന്ന സമയത്ത് മഹാനായ അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ മനുഷ്യന്റെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്നു. അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഈ ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ ഹദറത്തിലേക്ക് കടന്നു വന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ നബിയുടെ ഹദറത്തിൽ നിൽക്കുന്ന മനുഷ്യന്റെ മുഖത്തേക്ക് അസ്റായീൽ തീ തുപ്പുന്ന കണ്ണുമായി തുറപ്പിച്ചു നോക്കിയപ്പോ ഈ മനുഷ്യൻ പേടിച്ചരണ്ട് പോയി. ഈ മനുഷ്യൻ പേടിച്ചുകൊണ്ട് സുലൈമാൻ നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരു ഹബീബേ, അല്ലാഹുവിന്റെ തിരു നബിയേ, സുലൈമാൻ നബിയേ, ഇതാ ഈ ആളെന്നെ വന്നുകൊണ്ട് പേടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടണം. എനിക്ക് ചൈനയിലേക്ക് എത്തണം നബിയേ, എനിക്ക് ചൈനയിലേക്ക് എത്തണം. അതിനുള്ള വഴി നിങ്ങൾ കാണിച്ചു തരണം. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഞ്ചരിക്കാനുള്ള വാഹനം നമ്മെ പോലെ കാറല്ല, നമ്മെ പോലെ ബസ്സല്ല. സുലൈമാൻ നബിക്ക് സഞ്ചരിക്കാനുള്ള വാഹനം കാറ്റാണ്. കാറ്റിനെ വിളിച്ചുകൊണ്ട് ഇന്ന ദൂരത്തേക്ക് എത്തിക്കണമെന്ന് പറയുമ്പോ കാറ്റ് മനുഷ്യനെയും വഹിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി എത്തിക്കും. ഇതാണ് സുലൈമാൻ നബിയുടെ വാഹനം. ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം കാറ്റിനെ വിളിക്കുകയാണ്. ഈ മനുഷ്യനെ ചൈനയിലേക്ക് എത്തിക്കാൻ വേണ്ടി കാറ്റിനോട് ആവശ്യപ്പെടുകയാണ്. ഈ മനുഷ്യനെ ചൈനയിലേക്ക് എത്തിച്ചോ. അതിനുശേഷം അല്പസമയം കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദറത്തിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അസ്റായീലിനോട് ചോദിക്കുകയാണ്, യാ അസ്റായീൽ, അസ്റായീലേ, അല്പസമയം മുമ്പ് എന്റെ അന്തരത്തിൽ നിന്നിരുന്നൊരു പാവപ്പെട്ട മനുഷ്യനെ നീ നോക്കി പേടിപ്പിച്ചുവല്ലോ. എന്തിനാണ് അയാളെ പേടിപ്പിച്ചത്? എന്തിനാണ് അയാളെ വിഷമിപ്പിച്ചത്? ഈ സമയത്ത് മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മഹാനായ സുലൈമാൻ നബിയെ, ഒരു കാര്യം നിങ്ങൾക്ക് കേൾക്കണോ? ഈ മനുഷ്യൻ നിങ്ങളുടെ ഹദറത്തിലുണ്ടായിരുന്ന മനുഷ്യന്, ആ മനുഷ്യൻ മരിക്കാനുള്ള സമയമായിട്ടുണ്ട്. അയാളെ റൂഹ് പിടിക്കാൻ വേണ്ടി കടന്നു വന്നതാണ് ഞാന്. അയാളെ റൂഹ് പിടിക്കാൻ വേണ്ടി ഞാൻ കടന്നു വന്നപ്പോ ഇവിടെ വെച്ചല്ല അയാള് മരിക്കേണ്ടത്. അയാൾക്ക് മരിക്കാനുള്ള സ്ഥലം ഇതല്ല, അങ്ങ് ദൂരെ ചൈനയിലാണ് ഈ മനുഷ്യന് മരിക്കാനുള്ള സ്ഥലം. അതേ സമയത്ത് ഈ മനുഷ്യനുള്ളത് നിങ്ങളുടെ ഹദറത്തിലാണ്. എങ്ങനെ ഈ മനുഷ്യൻ ചൈനയിലെത്തും? എങ്ങനെ അവിടെ വെച്ച് ഇയാളെ റൂഹ് പിടിക്കുമെന്നറിയാതെ അത്ഭുതപ്പെട്ടുകൊണ്ട് ഞാൻ ഈ മനുഷ്യനെ നോക്കിപ്പോയതാണ്. ആ സമയത്ത് നിങ്ങളോട് ആ മനുഷ്യൻ ആവശ്യപ്പെട്ടു എന്നെ ചൈനയിലേക്ക് എത്തിക്കണം. ആ സമയത്ത് അയാളെ ചൈനയിലേക്ക് എത്തിച്ചോ. അവിടെ വെച്ച് ഞാൻ അയാളെ റൂഹ് പിടിച്ചിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലൻ യുഅഖിറുല്ലാഹു ഇദാ ജാ അജലുഹാ. സമയമെത്തി കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അങ്ങുമിങ്ങും പിഴക്കാതെ എവിടെ വെച്ചാണ് അല്ലാഹു കണക്കാക്കിയതെങ്കിൽ അവിടെ വെച്ചാണ് നമ്മൾ മരിക്കുന്നത്. ഓർക്കണം, നിങ്ങൾ 1-2 ദിവസം മുമ്പല്ലേ പത്രം റിപ്പോർട്ട് ചെയ്തത്, ഒരു സഹോദരൻ വിദേശത്ത് ജോലിയിലായിരുന്നു. വിദേശത്ത് ജോലിയിലായിരുന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടി നാട്ടിലേക്ക് ലീവ് എടുത്തു വന്നു. നാട്ടിൽ വന്നു. അദ്ദേഹം നാട്ടിൽ വന്ന് ആദ്യത്തെ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിൽ കിടന്നിറങ്ങുമ്പോ അന്നത്തെ രാത്രി അറ്റാക്ക് വന്ന് വീട്ടിൽ വെച്ച് മരിച്ചു. നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ്. കല്യാണത്തിന് കൂടാൻ വേണ്ടി വന്ന ചെറുപ്പക്കാരനാണ്. എന്തും ചെയ്യാൻ കഴിയുന്ന ആരോഗ്യമുള്ള നല്ല ദൃഢഗാത്രകനായ ചെറുപ്പക്കാരനാണ്. ഇയാൾ അല്ലാഹുവിന്റെ ഉത്തരം നൽകിയെങ്കിൽ എവിടെയാണ് അല്ലാഹു ഖളാ ആക്കിയിട്ടുള്ളതെങ്കിൽ അവിടെ വെച്ച് നമ്മൾ പോകാം. ഐനമാ തകൂനു യുദ്രികുമുൽ മൗത്ത് വലൗ കുന്തും ഫീ ബുറൂജിൻ മുശയ്യദാ. കെട്ടിയുണ്ടാക്കിയ കോട്ടക്കുള്ളിൽ ഭദ്രമായി നിങ്ങൾ സുരക്ഷിതമായി നിങ്ങൾ ഇരിക്കുന്നുവെങ്കിലും അല്ലാഹുവിന്റെ ഖളാ എത്തിക്കഴിഞ്ഞാൽ ആഖിറ ലോകത്തേക്കുള്ള യാത്രക്കൊരുക്കം അവിടെ വെച്ച് തുടങ്ങാം. അവിടെ വെച്ച് നിങ്ങൾ മരിച്ചു പോകാം. അവിടെ വെച്ച് നിങ്ങൾ പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഇവിടെ ശാശ്വതരല്ല. നമ്മൾ ആരും ഇവിടെ ശാശ്വതരല്ല. നമ്മുടെ പൂർവികരൊക്കെ എവിടെയാണ്? ഇന്നലകളിൽ പേര് കേട്ട പലരും
പലരും അവരെവിടെയാണ്? അവരെ ഇന്ന് കാണാനില്ലല്ലോ. ലോകം മടക്കി ഭരിച്ച വലിയ വലിയ രാജാക്കന്മാര്, വലിയ വലിയ ധിക്കാരികൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അവരൊക്കെ എവിടെ? ഇന്നലകളിൽ നമ്മുടെ നാടിന് നേതൃത്വം തന്ന പലരെയും ഇന്ന് കാണാനില്ല. അവരൊക്കെ എവിടെ? ഇന്ന് പള്ളിക്കാട്ടിൽ 2 മീസാൻ കല്ലുകൾക്കിടയിൽ അവർ താമസിക്കുന്നുവെങ്കിൽ, അതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും 2 മീസാൻ കല്ലിന്റെ അടിയിൽ നമ്മളും പോയി കിടക്കേണ്ടവരാണെന്ന് ബോധം നമുക്ക് വേണം. നമ്മുടെ പൂർവീകർ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ് അവർ കിടക്കുന്ന സ്ഥലത്ത് 2 മീസാൻ കല്ലുകളുണ്ട്. ഈ ഖബറ് ചൂണ്ടിക്കാട്ടിയിട്ട്, ഒരു ഖബറ് ചൂണ്ടിക്കാട്ടിയിട്ട് ഇത് ആരുടെ ഖബറാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയുന്ന ഒരുപാട് ഖബറുകളാണ്. നമ്മുടെ പള്ളിപ്പറമ്പിൽ പോയി നോക്കിയാൽ തന്നെ എത്രയോ ഖബറുകൾ അവിടെയുണ്ട്. ഈ ഖബറാരുടേതാണെന്ന് ചോദിച്ചാൽ പലർക്കും അറിയുന്നില്ല. ഇന്നലകളിൽ നമ്മുടെ നാട്ടിൽ പേര് കേട്ടിരുന്ന പലരുമായിരിക്കാമത്. അവരൊക്കെ ഇന്ന് പള്ളിക്കാട്ടിൽ 2 മീസാൻ കല്ലുകൾക്കിടയിൽ അവർ കിടക്കുന്നുവെങ്കിൽ എന്നെയും നിങ്ങളെയും ഇതുപോലെ കൊണ്ടു കിടത്തേണ്ട ഒരു കാലം വരും, ഒരു ദിവസം വരുമെന്ന ബോധത്തോടു കൂടി വളരെ ചിട്ടയോടുകൂടിയാകണം നമ്മൾ ജീവിക്കേണ്ടത്. അങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കേണ്ടത്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. നമ്മളൊക്കെ മരണത്തിന്റെ രുചി അനുഭവിക്കാം. മരണത്തിന്റെ രുചി അനുഭവിച്ചിട്ടേ നമ്മളെ ഇവിടുന്ന് കൊണ്ടുപോവുകയുള്ളൂ. മനുഷ്യന്റെ മാത്രം പ്രത്യേകത, മറ്റുള്ള നാൽക്കാലികളൊക്കെ അറുത്തിട്ടാല് ഏറ്റവും കാലിട്ടിങ്ങനെ അടിക്കും. മനുഷ്യന്റെ മാത്രം പ്രത്യേകത, നമ്മളെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് കാലിട്ടടിക്കാൻ കഴിയൂല. നമ്മളെ വേദന അവിടെ കടന്ന് സഹിക്കേണ്ടി വരും. അതേ സമയത്ത് ഒരു പശുവിനെ അറുത്താല് പശുവിന്റെ കാല് കെട്ടയച്ചാല് കാലിട്ടടിക്കും. കാലിട്ടടിക്കുമ്പോ ചെറിയ വേദനക്ക് കുറവുണ്ടാവും. ഒരു കോഴിനെ അറുത്തിട്ടാല് കോഴി കടന്നിട്ട് പടി, അപ്പൊ വേദനയ്ക്ക് ചെറിയൊരു സുഖം ഉണ്ടാകും, ആശ്വാസം ഉണ്ടാകും. അതേ സമയത്ത് ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അതിന് സമാനമായ വേദന മനുഷ്യനും അനുഭവിക്കുന്നുണ്ട്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. പക്ഷേ മനുഷ്യന് കാലിട്ടടിക്കാൻ കഴിയുന്നില്ല, മനുഷ്യനെ അലറി വിളിക്കാൻ കഴിയുന്നില്ല, മനുഷ്യനെ ഓടി രക്ഷപ്പെടാൻ കഴിയുന്നില്ല. മനുഷ്യനത് അനുഭവിച്ചേ ഇവിടുന്ന് തിരിച്ചു പോവുകയുള്ളൂ. നമ്മളത് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. നമ്മൾ ഇവിടുന്ന് അത് അനുഭവിച്ചിട്ടേ പോവുകയുള്ളൂ. എന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും വരാനുള്ള ഒരവസ്ഥയാണിത്. അള്ളാഹുവിന്റെ അർവാഹിൽ വെച്ച്, ആലമുൽ അർവാഹിൽ വെച്ച് തുടങ്ങി വെച്ച യാത്ര ആലമുൽ ബത്നിലൂടെ, ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ആലമുദ്ദുന്യയിലേക്ക് നമ്മൾ യാത്ര വന്നെങ്കിൽ ഇവിടെ നിന്ന് തിരിഞ്ഞു പോകുന്ന സമയത്ത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടേ തിരിഞ്ഞു പോകുന്നുള്ളൂ. ആ സമയത്താണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. പിശാച് അവിടെയാണ് നമ്മളെ പിടികൂടുന്നത്. അവിടെ രക്ഷപ്പെടലാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്, ദാഹമൗത്തത് കൂട്ടിടും ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനബനാട്ടുവാൻ ബദരിങ്ങളാൽ തുണറബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. ഇങ്ങനെ എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു സമയം വരാനുണ്ട്. ആ സമയമാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. അവസാനം നമ്മൾ ആ സമയത്ത് മരിക്കുന്ന സമയത്ത് കണ്ടവിടറിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് പറയാൻ കഴിയണം. ആരും ചൊല്ലിത്തരാതെ നാവിലൂടെ നമുക്കത് പറയാൻ കഴിയണം. നമ്മുടെ ചുറ്റുമുള്ള ആളുകള്, നമ്മുടെ ചുറ്റും കൂടിയ ആളുകൾ അവിടെ നിന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമുക്ക് പറഞ്ഞു തരുമ്പോ നമ്മുടെ ഖൽബിൽ നിന്ന് ഓർത്തെടുത്തുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നമുക്ക് കഴിയണം സഹോദരാ. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത്. നമ്മൾ ഉമ്മ പ്രസവിച്ച സമയത്ത് നമ്മൾ കരഞ്ഞു വന്നെങ്കിൽ ചിരിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ നമുക്ക് കഴിയണം. വലതുക ഉമ്മുക യബ്ന ആദം ബാക്കിയാ വന്നാസു ഹമൂലക യദ്ഹകൂന സുറൂറാ فمن لنفسك أن تكون إذا بكوا في حين موتك ضاحكا مسرورا.
നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയത്ത് കരഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് നീ വന്നെങ്കിൽ നിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ കരയുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് അടുത്ത ലോകത്തേക്ക് കടന്നു പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം. അവിടെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതിനാണ് ഇങ്ങനത്തെ മജ്‌ലിസ് നടക്കുമ്പോ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് ഇത്തരം മജ്‌ലിസുകളില് അവന്റെ പൊരുത്തം സമ്പാദിക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുമ്പോ അതിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ ആഖിറം രക്ഷപ്പെടലാണ്, നമ്മുടെ അന്ത്യം നന്നാവുകയാണ്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ എനിക്കും നിങ്ങൾക്കും ഈ ഒരു അവസ്ഥ വരും. ഈ ആലമുദ്ദുനിയയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്ക്, ആലമുൽ ആഖിറത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു രംഗം നമുക്ക് വരാം. അവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളുണ്ടെങ്കിൽ അത് മനുഷ്യർ ഊരി വെക്കുകയാണ്. അത് പിന്നെ നമുക്ക് ഉപകരിക്കുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ ആഭരണങ്ങളുണ്ടെങ്കിൽ അത് ഊരി വെക്കുകയാണ്. അത് പിന്നെ നമുക്ക് ആവശ്യമാകുന്നില്ല. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കട്ടിലില്ല, മെത്തയില്ല. നമ്മളെ കൊണ്ടുവന്ന് കിടത്തുന്നത് ട്രെയിനായ ഒരു നീണ്ട കട്ടിൽ നമ്മളെ കൊണ്ടുവന്ന് കിടത്തും. എനിക്കും നിങ്ങൾക്കും വരാനുള്ള രംഗത്തെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മളെ അവിടെ കൊണ്ടുവന്ന് കിടത്തിയാൽ ഇന്നലെ വരെ സ്വന്തമായി കുളിച്ച മനുഷ്യനാണെങ്കിൽ ഇന്നവരെ കൊണ്ട് സ്വന്തമായി കുളിക്കാൻ കഴിയുന്നില്ല. ആളുകൾ അവനെ കുളിപ്പിക്കുന്നു. ഇന്നലെ സ്വന്തമായി വസ്ത്രമണിഞ്ഞ മനുഷ്യനാണെങ്കിൽ ഇന്നവരെ കൊണ്ട് സ്വന്തമായി വസ്ത്രമണിയാൻ കഴിയുന്നില്ല. ഇന്നലെ വരെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത മനുഷ്യനാണെങ്കിൽ ഇന്നവരെ കൊണ്ടൊന്നും കഴിയുന്നില്ല. ആളുകളതാ അവന്റെ പേര് മാറിപ്പോയി. പ്രിയപ്പെട്ട ഭാര്യതാ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് കരയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയതാ പൊട്ടിക്കരയുകയാണ്. ഒരു ഭാഗത്തിരുന്നത് മക്കളെ പൊട്ടിക്കരയുകയാണ്. പ്രിയപ്പെട്ട കുടുംബക്കാർ വന്ന് ജ്യേഷ്ഠാനുജ സഹോദരന്മാർ വീട്ടിലേക്ക് വന്നണഞ്ഞുകൊണ്ട് യാസീനിന്റെ പ്രതിധ്വനിയത വീട്ടിലെങ്ങനെ ഉയരാൻ തുടങ്ങുകയാണ്. പള്ളിയിൽ നിന്ന് ഉസ്താദ് വന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അതിനുശേഷം അവനെ മൂന്ന് തുണം കഷ്ണം തുണിയിലേക്ക് അവനെ മാറ്റപ്പെടുകയാണ്. കണ്ണിലും മൂക്കിലും ശരീരത്തിന്റെ എവിടെയൊക്കെയാണോ ദ്വാരങ്ങൾ ഉള്ളതെങ്കിൽ അവിടെയൊക്കെ പഞ്ഞി വെച്ചുകൊണ്ട് 3 കഷ്ണം തുണിയിലേക്ക് തലങ്ങും വലങ്ങുമായി അവനെ പൊതിഞ്ഞുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് ഏറ്റിവെച്ചുകൊണ്ട് എന്നത്തേക്കും അവന് യാത്ര പറഞ്ഞുകൊണ്ട് ബർസഖിലേക്കുള്ള യാത്ര പോവുകയാണ്. അന്ന് വരെ ജീവിച്ച നാടിനോട് യാത്ര പറയുകയാണ്. അന്ന് വരെ ജീവിച്ച അവന്റെ നാടിനോട് യാത്ര പറയുകയാണ്. ഒരായുസ് കൊണ്ട് പടുത്തുയർത്തിയ നാടിനോട് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട ഉമ്മയതാ പൊട്ടിക്കരയുന്നുണ്ട്. ഉമ്മയോട് സലാം പറയുകയാണ്. ഒരു ഭാഗത്തതാ തന്റെ പ്രിയപ്പെട്ട ഭാര്യ കുഴഞ്ഞു വീണിട്ടുണ്ട്. ആ ഭാര്യയോട് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട പലരും അവിടെയുണ്ട്. അവരോട് സലാം പറയുകയാണ്. മക്കളോട് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട നാടിനോട് സലാം പറയുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരോട് സലാം പറയുകയാണ്. കുടുംബത്തോട് സലാം പറയുകയാണ്. അവൻ ഇന്നലെ വരെ കളിച്ചു തിരിഞ്ഞ് നടന്നിരുന്ന ആളുകൾ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അവന്റെ കൂടെ അവന്റെ പ്രിയപ്പെട്ട ജോലി സമയത്തുള്ള ആളുകളുണ്ട്. എല്ലാവരോടും സലാം പറഞ്ഞുകൊണ്ട് മയ്യത്ത് കട്ടിലിൽ വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ കൊണ്ടുപോകുന്ന സമയത്ത് അവൻ വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. സാലിഹായ മനുഷ്യനാണെങ്കിൽ ഖബറിലേക്കുള്ള യാത്രയിൽ മയ്യത്ത് കട്ടിലിൽ അവനെ വെച്ചുകൊണ്ട് അവനെ കൊണ്ടുപോകുമ്പോ മയ്യത്ത് കട്ടിലിൽ വെച്ച് അവന് വിളിച്ചു പറയുമത്ര, എന്നെ വേഗം കൊണ്ടുപോകണേ, എന്നെ വേഗം കൊണ്ടുപോകണേ. ഖബറിന്റെ സുഖമനുഭവിക്കാൻ, ആഖിറത്തിലെ ആദ്യത്തെ വീട് ഖബറിന്റെ സുഖമനുഭവിക്കാൻ എന്നെ വേഗം കൊണ്ടുപോകണേ എന്ന് മനുഷ്യൻ വിളിച്ചു പറയുമെങ്കിൽ അതേ സമയത്ത് നന്മയിലൂടെ ജീവിക്കാത്ത, ജീവിതം കൊണ്ട് ഉപകരിക്കാത്ത മനുഷ്യനാണെങ്കിൽ അവൻ വിളിച്ചു പറയുന്നത് യാ വൈലത്താ അയ്ന തദ്ഹബൂന ബി, അയ്ന തദ്ഹബൂന ബി, എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്റെ പ്രിയപ്പെട്ട മക്കളതാ അലറി വിളിക്കുന്നുണ്ട്. എന്റെ ഭാര്യതാ പൊട്ടിക്കറിയുന്നുണ്ട്. ഒരായുസ് കൊണ്ട് പടുത്തുയർത്തിയ വീടുണ്ട് ഇവിടെ. എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ എങ്ങോട്ട് താങ്ങി പിടിച്ചു കൊണ്ടുപോകുന്നെന്ന് മയ്യത്ത് കട്ടിലിൽ വെച്ച് മയ്യത്ത് വിളിച്ചു പറയുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു ഗതി നമുക്കൊക്കെ വരാനുണ്ട്. ആളുകൾ താങ്ങി പിടിച്ചുകൊണ്ട്, ആളുകൾ ചുമരുകൾ മാറി മാറി താങ്ങി പിടിച്ചുകൊണ്ട്, കണ്ടമിടരിക്കൊണ്ട് അവരിങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ
ഇലാഹ ഇല്ലല്ലാഹ്, നീട്ടി വിളിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രതിധ്വനിയോട് കൂടെ നിന്നെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുന്ന ഒരു രംഗം നമുക്കൊക്കെ വരാനുണ്ട്. ആ ഒരു രംഗത്തെ നമ്മൾ ആലോചിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറ ലോകത്തെ ആദ്യത്തെ വീടാണ് ഖബർ. അവിടെയാണ് നമുക്ക് രക്ഷപ്പെടേണ്ടത്. അറിയില്ലേ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? ആരായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ? അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഹാബത്തിന്റെ കൂട്ടത്തില് ഖിലാഫത്തിന്റെ മൂന്നാമത്തെ അധിപനായിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ദുന്നൂറൈൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്ന അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 മക്കൾ വിവാഹം കഴിക്കാൻ ഭാഗ്യം ലഭിച്ച അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഈ ഉസ്മാനും ഫിൽ ജന്ന, ഉസ്മാൻ സ്വർഗ്ഗത്തിലാണെന്ന് പുണ്യനബി ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് ദുനിയാവിൽ വെച്ച് തന്നെ. ഈ ഉസ്മാൻ ഇബ്നു തങ്ങൾ ഖബർ കണ്ടാൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ 2 കവിൾത്തടത്തിലൂടെ കണ്ണുനീര് ഭൂമിയിലേക്ക് ഉറ്റുമ്പോ സ്വഹാബത്ത് ചോദിക്കും, എത്ര ഉസ്മാൻ, നിങ്ങൾ എന്തിനാണ് പൊട്ടിക്കരയുന്നത്? നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ 2 മക്കളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിട്ടില്ലേ? ദിന്നൂറൈൻ എന്ന അപരനാമത്തിൽ നിങ്ങൾ അറിയപ്പെട്ടിട്ടില്ലേ? ഉസ്മാനും ഫിൽ ജന്ന എന്ന സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചിട്ടില്ലേ? ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ 3ാമത്തെ അധിപനായിരുന്നല്ലോ നിങ്ങള്. നിങ്ങൾ എന്തിനെ പേടിക്കണമെന്ന് ചോദിക്കുമ്പോ ബഹുമാനപ്പെട്ടവർ പറയുന്നൊരു മറുപടിയുണ്ട്. അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലെ ആദ്യത്തെ വീടാണ് ഖബർ. അവിടെയാണ് രക്ഷപ്പെടേണ്ടത്. ആരും എന്റെ കൂടെയില്ല, ആരും എന്റെ കൂട്ടിലില്ല. ഞാൻ ഏകനായി ഖബറിൽ കിടക്കുന്ന സമയത്ത് ആളുകൾ വന്നുകൊണ്ട് മൂടുകല്ല് വെച്ചുകൊണ്ട് നമ്മൾ അവിടെ ജീവൻ ഉണ്ടെങ്കിൽ അറിയാതെ പറഞ്ഞു പോകില്ലേ? നമ്മുടെ മക്കൾ വന്നുകൊണ്ട് മൂടുകല്ല് വെച്ച് അവസാനത്തെ കല്ലും വെക്കുമ്പോ, മോനെ നിന്റെ ഉപ്പയാണടാ ഖബറിൽ കിടക്കുന്നത്, നിന്റെ ഉപ്പയാണടാ ഖബറിൽ കിടക്കുന്നത്. അല്പമെങ്കിലും സൂര്യന്റെ വെളിച്ചം കിട്ടാൻ ഒരു കല്ലെങ്കിലും മാറ്റി വെക്കണേ എന്ന് ജീവനുണ്ടെങ്കിൽ നീ വിളിച്ചു പറയില്ലേ? അത് നടന്നിട്ടില്ല. നിന്റെ മേലിൽ മൂടുകല്ല് വെച്ചുകൊണ്ട് അങ്ങും ഇങ്ങും തിരിയാൻ കഴിയാത്ത ഖബറിലേക്ക് നിന്നെ ഇറക്കി വെച്ചുകൊണ്ട് ഒരു ദിവസമല്ല 2 ദിവസമല്ല, നട്ടപ്പാതിരക്ക് വെളിച്ചമില്ലാത്തൊരു ദിവസം നിന്നെ വിളിച്ചുകൊണ്ട് കരുളായി പള്ളിയുടെ പള്ളിപ്പറമ്പിന്റെ നടുവിൽ പോയി നിൽക്കാൻ നിന്നോട് പറഞ്ഞാൽ നീ പേടിക്കുന്നുവെങ്കില്, അവിടെ എത്തുമ്പോഴേക്ക് നീ നട്ടപ്പാതിരക്ക് പേടിക്കുന്നുവെങ്കില്, സഹോദര ചിന്തിക്കണം. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, ഒരു വർഷമല്ല, 2 വർഷമല്ല നമുക്ക് കിടക്കാനുള്ളത്. പള്ളിപ്പറമ്പിലും നടുമധ്യത്തിലാണ് നമുക്ക് കിടക്കാനുള്ളത്. അവിടെ ആരും കൂട്ടിനില്ല, അവിടെ ആരും സഹായത്തിനില്ല, അവിടെ ആരും നമ്മുടെ കൂടെ വരുന്നില്ല. ആളുകൾ മുഴുവൻ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. പ്രിയപ്പെട്ട മക്കൾ നമ്മുടെ നെഞ്ചത്തേക്ക് മണ്ണ് വാരി എറിയുന്നുണ്ട്. പ്രിയപ്പെട്ട ജ്യേഷ്ഠന്മാരെ, പ്രിയപ്പെട്ട ഉപ്പ, പ്രിയപ്പെട്ടവരൊക്കെ നമ്മുടെ നെഞ്ചത്തേക്ക് മാറിടത്തിലേക്ക് മണ്ണ് വാരി എറിഞ്ഞതിന് ശേഷം ദുനിയാവുമായി പിന്നെ നമുക്ക് ബന്ധമില്ല, ദുനിയാവുമായി നമുക്ക് ബന്ധമില്ല. അതിലെ പുണ്യനബി പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിന്റെ രസമറിയില്ല, ഞാൻ അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ നമ്മളൊരു മയ്യത്തിനെ ഖബറടക്ക് തിരിച്ചു പോരുന്ന സമയത്ത് പുണ്യനബി പഠിപ്പിക്കുകയാണ്, ഇന്നൽ മയ്യിത യസ്മഉ ഖർഅ നിആലിഹിം ഇദാ സറഫൂ. ഒരു മയ്യത്തിനെ ഖബറിലടക്കി കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു പോരുന്ന സമയത്ത് അവസാനത്താണം നടന്നു പോകുന്നതിന്റെ ചെരുപ്പിന്റെ ശബ്ദം ഖബറിൽ കിടക്കുന്ന മയ്യത്ത് കേൾക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അലറി വിളിച്ചിട്ട് കാര്യമില്ല, കേൾക്കാൻ ആരുമില്ല. മണ്ണിന്റെ ഭിത്തി മാത്രമാണ് അവിടെയുള്ളത്. പുണ്യനബി പറഞ്ഞില്ലേ, ലൗ തഅലമൂന മാ അലമു ലളഹിഖതും ഖലീലാ വല ബഖൈതും കസീറാ. ഞാൻ അറിയുന്ന
കാര്യങ്ങളൊക്കെ ആഖിറത്തിൽ നിങ്ങൾക്ക് വരാനുള്ളത് മുഴുവന് ഞാൻ അറിയുന്ന കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾ അറിയുമായിരുന്നെങ്കിൽ ജീവിതത്തിന്റെ രസം നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾ ഭാര്യമാരെ കൊണ്ട് സുഖിക്കില്ല, ദുനിയാവിന്റെ സുഖത്തിന്റെ പിന്നിൽ നിങ്ങൾ പോകില്ല. ഭാര്യമാരെ ഉപേക്ഷിച്ച് വിജനമായ മരുഭൂമിയിൽ നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോകുമെന്ന് പുണ്യനബി പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇത് കേട്ടപ്പോഴല്ലേ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു പോയത്. അവരിങ്ങനെ തേങ്ങി കരയാൻ തുടങ്ങിയപ്പോ പുണ്യനബി വീണ്ടും പറയുകയാണ്, ഓരോ ദിവസവും ഖബർ വിളിച്ചു പറയുമത്രേ, മർഹബം വഅഹ്ല അന ബൈത്തുൽ വഹദ, ഞാൻ ഏകാന്തതയുടെ വീടാണ്. അന ബൈത്തുൽ ഖുർബ, ഞാൻ വിരഹത്തിന്റെ വീടാണ്. അന ബൈത്തുൽ തുറാബ്, ഞാൻ മണ്ണിന്റെ വീടാണ്. അന ബൈത്തുൽ ദൂദ്, ഞാൻ പുഴുവിന്റെ വീടാണെന്ന് ഓരോ ദിവസവും ഖബർ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഈ രംഗത്തെ കുറിച്ച് നമ്മൾ ഓർക്കണം. ഞാനും നിങ്ങളുമൊക്കെ ആലമുൽ അർവാഹിൽ വെച്ച് കടന്നു വന്ന് ആലമുൽ ദുനിയയിൽ നിന്ന് ആലമുൽ ബർസഖിലേക്ക് പോയാൽ ഇതൊക്കെ ചീഞ്ഞളിഞ്ഞ് മണ്ണായി പോകാനുള്ളതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് പോലും പറഞ്ഞത്, ഖബർ എന്ന് കേട്ടാൽ നൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ, മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കടക്കേണ്ടതാണ് അസ്മാന, സമ്പാദ്യ മുതലിൽ നിന്ന് 3 കിഫാന, അത് മാത്രമല്ല അതിലെപ്പോഴും ബഹ്ദാന, മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരോ ഭിത്തിയാണതിലുള്ളത്, മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ, ചിതലും പുഴുക്കള് താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ, കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2, ഉടൻ തന്നെ മുഖമേര് കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. നിങ്ങൾക്കുമൊക്കെ വരാനുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വാപ്പയും ഉമ്മയും ഇന്ന് കിടക്കുന്നത് ഖബറിലാണ്. പോറ്റി വളർത്തിയ വാപ്പയും ഉമ്മയും ഖബറിലാണ് കിടക്കുന്നത്. അവരെ പേരിൽ ഒരു ഫാത്തിഹ ഓതാനെങ്കിലും നമ്മൾ നിത്യേന സമയം ചെലവഴിക്കണം. നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളും അവിടെ കിടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരുടെ ഫാത്തിഹകളാണ് നമുക്ക് ഉപകരിക്കുന്നത്. ഖബറിലേക്ക് വെളിച്ചമായി കടന്നു വരുന്നത് പുണ്യനബി മഹാനായ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നൽ മയ്യിത ഫീ ഖബരിഹി കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഒരു ഖബറിലേക്ക് ഇറക്കി വെച്ച ഒരു മയ്യിത്ത് ആ ഖബറിൽ കിടക്കുന്നത് ഒരു ഒലിപ്പ് വെള്ളത്തില് കുത്തിയൊലിച്ചു വരുന്ന വെള്ളത്തിൽ ഒരു പിടിവള്ളിക്ക് വേണ്ടി പുറത്തേക്ക് കൈനീട്ടി യാചിക്കുന്ന മനുഷ്യനെ പോലെയാണ് ഒരു മയ്യിത്ത് ഖബറിൽ കിടക്കുന്നത്. ആ മയ്യിത്തിന്റെ പ്രിയപ്പെട്ടവർ ജീവിച്ചിരിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ടവർ എന്തെങ്കിലും അവരെ പേരിൽ സ്വതക്ക ചെയ്യുന്നുണ്ടോ? അവർക്ക് ഫാത്തിഹ ഓതുന്നുണ്ടോ? അവരെ ഓർക്കുന്നുണ്ടോ? അവർക്ക് ദുആ ചെയ്യുന്നുണ്ടോ? ഇതുപോലത്തെ നല്ല മജ്‌ലിസുകളിൽ വന്നിരിക്കുന്ന സമയത്ത് അവരെ ഓർത്തുകൊണ്ട് എന്തെങ്കിലും അവരുടെ പേരിൽ സ്വതക്ക ചെയ്ത് അധികം ചെയ്തുകൊണ്ട് അവരെ ഓർക്കുന്നുവെങ്കിൽ ആ മയ്യിത്ത് സന്തോഷിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബിശ്ർ ഇബ്നു ഖാലിബ് ജിറാനി തങ്ങൾ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ടവർ പറയാ, റഅയ്തു റാബിയത്തുൽ അദവിയത്തുൽ ആബിദത ഫീ മനമി. മഹദിയായ റാബിയത്തുൽ അദവിയത്തുൽ ആബിദ ഫീ മഹദിയ റാബിയത്തുൽ അദവിയെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട സമയത്ത് വകുന്തു കസീറ ദുആ ഇലഹാ, ഞാൻ ആ മഹദിക്ക് വേണ്ടി ഒരുപാട് ദുആ ചെയ്തിരുന്നു. എന്നും ഞാൻ ആ മഹദിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങാറുള്ളൂ. ആ
ആ മഹദിയെയാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഒരു ദിവസം സ്വപ്നത്തിൽ വന്നുകൊണ്ട് എന്നോട് പറയാണ്, യാ ബിശാർ ബിൻ ഗാലിബ, ഏ ബിശാർ ബിൻ ഗാലിബേ, ഹദായാക തഅതീനാ അലാ തബഖിൻ മിൻ നൂരിൻ മുഖ്ബറത്തിൻ ബിമനാദീലിൻ ഹരീറ. നിങ്ങൾ നിത്യേന എനിക്ക് കൊടുത്തയക്കാറുള്ള ഹദിയയുണ്ടല്ലോ, പച്ചപ്പൊട്ടിൽ പൊതിഞ്ഞുകൊണ്ടൊരു പ്രകാശമാക്കിയിട്ട് എന്റെ ഖബറിലേക്ക്, എന്റെ ഹദറത്തിലേക്ക് എത്താറുണ്ട്. നിങ്ങൾ എന്നും എനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യാറുണ്ട്, എനിക്കെന്നും ഹദിയ ചെയ്യാറുണ്ട്. ആ ഹദിയ എന്റെ ഹദറത്തിലേക്ക് എന്നും ഒരു പ്രകാശമായിട്ട് പച്ചപ്പട്ടിൽ പൊതിഞ്ഞിട്ട് എന്റെ ഹദറത്തിലേക്ക് വരാറുണ്ടെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ബിശാർ ബിൻ ഗാലിബ് തങ്ങൾ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ്, എങ്ങനെയാണ് സംഭവം? ആ സമയത്ത് മഹദി പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്രകാരമാണ് നിങ്ങൾ എനിക്ക് പ്രാർത്ഥിച്ചിരുന്നത്, ഈ പ്രാർത്ഥനയാണ് എനിക്ക് പ്രകാശമായി എന്റെ ഖബറിലേക്ക് വരുന്നത്. ഇപ്രകാരം നിങ്ങളെ പ്രിയപ്പെട്ടവര് ഖബറിൽ കിടക്കുന്ന സമയത്ത് ആരും സഹായിക്കാനില്ലാതെ ഒലിപ്പ് വെള്ളത്തിലെ പിടിവള്ളിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരെ പോലെ നിങ്ങളെ പ്രിയപ്പെട്ടവർ ഖബറിൽ ഇങ്ങനെ അരഞ്ഞ് പ്രയാസപ്പെട്ട് കിടക്കുകയാണ്. അവരോർത്തുകൊണ്ട് സ്വതക്ക ചെയ്താല്, അവരോർത്തുകൊണ്ട് ദുആ ചെയ്താല്, അവർക്ക് വേണ്ടി വല്ലതും ഹദിയ ചെയ്താല് അവരെ ഖബറിലേക്ക് പ്രകാശമായി കടന്നു വരുമെന്ന് മഹദി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ടവർ ഖബറിലാണ് കിടക്കുന്നത്. പോറ്റി വളർത്തിയ, ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയ ഉപ്പ ഖബറിലാണ് കിടക്കുന്നത്. ജീവിതത്തിന്റെ രസമെന്തെന്നറിയാത്ത രാവും പകലും ഉറക്കൊഴിച്ചുകൊണ്ട് നമ്മുടെ കൂടെ നിന്നുകൊണ്ട് കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ പ്രിയപ്പെട്ട ഉമ്മ ഖബറിലാണ് കിടക്കുന്നത്. പ്രിയപ്പെട്ട ഭർത്താവ് ഖബറിലുണ്ട്, പ്രിയപ്പെട്ട ഭാര്യ ഖബറിലുണ്ട്, മക്കള് ഖബറിലുണ്ട്. അവരൊക്കെ നമ്മളെ ദുആയും പ്രതീക്ഷിച്ചുകൊണ്ട് അവരിങ്ങനെ കാത്തിരിക്കുകയാണ്. അവരെ നിരാശപ്പെടുത്തരുത്. എന്നും അവർക്ക് ഫാത്തിഹ ഓതണം, എന്നും അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അവസാനിപ്പിക്കാൻ നമ്മുടെ സ്ഥാപനം ഇൻഷാ അല്ലാഹ്, നമ്മുടെ ഹിഫ്ദ് കോളേജ് ഇവിടെ വളരെ ഭംഗിയായിട്ട് നിലകൊള്ളണം. ഇവിടെ വെച്ചുകൊണ്ട് ഖുർആൻ മക്കൾ ഖുർആൻ ഓതി പഠിക്കും. ആ ഖുർആൻ ഓതി പഠിക്കുമ്പോ ഈ ഹിഫ്ദ് കോളേജിന് വേണ്ടി ഒരു ചാക്ക് സിമന്റ് എങ്കിലും കൊടുത്തവരുണ്ടെങ്കിൽ, ഒരു സ്ക്വയർ ഫീറ്റ് എങ്കിലും എന്റെ വക എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അതിന്റെ പുരോപ്രവർത്തനത്തിൽ അതിന്റെ ഓരോ ഘട്ടത്തിലും നമ്മുടെ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ, ഇവിടെ വെച്ചുകൊണ്ട് ഒരു കുട്ടി ഖുർആൻ ഓതി പഠിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതി പഠിക്കുമ്പോ ഒരു ഫാത്തിഹ ഒരു കുട്ടി ഓതുകയാണെങ്കിൽ